എനിക്ക് ഒരിക്കലും മനസ്സിലാത്ത കാര്യമാണ് ഈ റവയും എങ്ങനെ നമ്മുടെ ഇതിൽ വന്നത്. കത്തോലിക്കർ ഈ പരിപാടി റവ പരിപാടി തുടങ്ങിയത്. കാരണം ഈ കത്തോലിക്ക അച്ഛന്മാർ കുർബാന ചൊല്ലുമ്പം അവർ ഈ അപ്പം എടുത്ത് വാഴ്ത്തുന്ന യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്കറിയാലോ, അത് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയും. അതായത് ആ ശരീരം യേശുക്രിസ്തുവിനായിട്ട് മാറുന്നവരുടെ ചിന്ത. അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, യേശുക്രിസ്തുവിൻ്റെ ശരീരം നിങ്ങൾ എങ്ങനെയാണോ മുറിക്കുന്നതെന്ന്. യേശുക്രിസ്തുവിൻ്റെ ശരീരം ആരാ യാഗം കഴിക്കുന്നത്? കർത്താവ് തന്നെയല്ലേ. അപ്പോൾ ഇവർ പറഞ്ഞു, കാപ്പ ഇടുമ്പോൾ ഈ പുള്ളി യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ് കാപ്പ ഇടുമ്പോൾ. അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് കാപ്പ ഇട്ടുകൊണ്ട് തിരിയുമ്പോഴേക്കും വിശ്വാസികളെല്ലാം കൂടി ഇങ്ങനെ എന്താണെന്നറിയോ, യേശുക്രിസ്തു വന്നേക്കുന്നു. എന്താ ഗ്ലോറിയസ് വിഗ്രഹാരാധന, ഇത് അവരുടെ തിയോളജി. എന്നിട്ട് ഈ കർത്താവിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ടാണ് അച്ഛൻ യാഗം. അപ്പോൾ യേശുക്രിസ്തു യാഗം അർപ്പിച്ച പോലെയാണ് ഭക്തിയോടെ കത്തോലിക്കരെ സ്വീകരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് പോയി നിന്ന് വാങ്ങിക്കുന്ന ബന്ധുക്കൂസരുണ്ട്. കാരണം എന്ത് ചെയ്യാനാണ്, പഴയ പാരമ്പര്യം. ഇടയ്ക്കിടയ്ക്ക് ബന്ധുക്കളെ പ്രസാദിപ്പിക്കാനും ഒക്കെ പോയി അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അവരെ റെവറൻസ്, ഭയഭക്തി ബഹുമാനങ്ങളോടെ നോക്കേണ്ടവൻ എന്ന അർത്ഥത്തിൽ അവരെ റവ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഉപദേശിമാർ എങ്ങനെ റവയായതെന്ന് എനിക്ക് ഒരു തരത്തിലും പിടിയിടുന്നില്ല, എങ്ങനെയോ ആയിപ്പോയി. അപ്പോൾ ഈ വിഗ്രഹം വെച്ചുകൊണ്ട് ആൾക്കാരുടെ പുകഴ്ത്തൽ ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വി ആർ പ്രൊമോട്ടിങ് ഐഡോലേറ്ററി എന്ന് മാത്രമല്ല, നമ്മൾ തന്നെ നമ്മളെ വർഷിപ്പ് ചെയ്യുകയാണ്. സെൽഫ് വർഷിപ്പ്, വിൽ വർഷിപ്പിംഗ്. ഇവിടുത്തെ ഓരോ പാട്ടുകൾ കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും. എൻ്റെ പുരയ്ക്കകത്ത് വരാൻ നീ പോരാത്തവനാണെന്ന് പറഞ്ഞ് ഭയങ്കര ആരാധന. എൻ്റെ പുരയ്ക്കകത്ത് നീ വരല്ലേ, നീ ദൂരെ നിന്ന് അനുഗ്രഹം തന്നാൽ മതി എന്ന് പറഞ്ഞ് ഭയങ്കര ആരാധനയാണ്. ഹൃദയത്തിൽ കർത്താവ് വന്ന കാര്യം അവർ അറിഞ്ഞിട്ടേ ഇല്ല. ഒന്ന് ആലോചിക്ക്, അത് രക്ഷിക്കപ്പെടാത്ത ഒരു ശതാധിപൻ പറഞ്ഞ വിശ്വാസം, അതായത് അത് ഇന്നുള്ള പെന്തക്കോസുകാരെക്കാൾ നല്ല വിശ്വാസമോ. നിങ്ങളൊന്ന് ആലോചിക്കുക, ആ ശതാധിപൻ എന്താ പറഞ്ഞത്? എൻ്റെ കൊച്ചിനെ സൗഖ്യമാക്കാൻ നീ വന്ന് തലയെ കൈവയ്ക്കേണ്ട കാര്യമില്ല, നീ ഇവിടെ ഇരുന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. നമുക്കത് പോരാ, നമ്മൾ ആ സ്ഥലത്ത് ലൊക്കേഷനിൽ ചെന്നാലേ നടക്കുള്ളൂ. ദൈവം എവിടെ ഇരുന്ന് ഒരുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ദൈവമെന്നാണ് ആ ശതാധിപൻ വിശ്വസിച്ചത്. അതാ കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം അതിഭയങ്കര. കാരണം നമുക്ക് അവിടെ ലൊക്കേഷനിൽ കർത്താവിനെ എത്തിക്കണം നമ്മുടെ ചിന്ത. പുതിയ നിയമത്തിൽ പിള്ളേരെ തല്ലാൻ പറയാത്തത്, പഴയ നിയമത്തിൽ പിള്ളേരെ തല്ലി വളർത്താൻ പറഞ്ഞിട്ട് പുതിയ നിയമത്തിൽ പൗലോസ് പറയാണ് ഏറ്റവും ലേറ്റസ്റ്റ് സൈക്കോളജി, നിങ്ങളുടെ മക്കൾ ഭയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവരെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കരുത്, പ്രകോപിപ്പിക്കരുത്. അവരെ പത്യോപദേശം കൊടുത്ത് പോറ്റി വളർത്തണം. എന്താ ഈ പത്യോപദേശം? ധർമ്മോപദേശം പറഞ്ഞാൽ മോഷ്ടിക്കലടാ, രാവിലെ എഴുന്നേക്കടാ, പഠിക്കടാ, അതാണ് ധർമ്മോപദേശം, ധർമ്മം. പത്യോപദേശം എന്താ? പത്യോപദേശം ഇങ്ങനെ പറയുന്നത്, മോനെ മോളെ, നമ്മുടെ വീട്ടിൽ എല്ലാവരും പാപികളാണ്, നീയും നിന്റെ അപ്പനും അമ്മയും എല്ലാം പാപികളാണ്, നീതിമാനായ യേശുക്രിസ്തു എന്ന് ഒരുവൻ മാത്രമേ വീട്ടിലുള്ളൂ, നീ ഭയപ്പെടേണ്ടത് എന്നെയല്ല, നിന്നെ വീണ്ടെടുത്ത ക്രിസ്തുവിനെയാണ്. ഇതാണ് പത്യോപദേശം. ദൈവ ഭയം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഭയം കൊണ്ട് നേടുന്ന ഒന്നല്ല. നമ്മുടെ വീട്ടിൽ ആ കൊച്ചു കയറുമ്പോൾ മനസ്സിലാക്കണം, ഇവിടെ അപ്പനും അമ്മയും ഈ വീടും ഭയപ്പെടുന്ന ഒരു ദൈവമാണ് അവിടുത്തെ രാജാവ്. അതാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ നിന്ന് പുൽപ്പിറ്റിൽ നിന്ന് അലറി കേൾക്കുന്നതൊക്കെ ആത്മീക സമ്പന്നതയുടെ അഹങ്കാരങ്ങളുടെ അലർച്ചയാണ്. അവർ പ്രസംഗിക്കുന്നിടത്തൊന്നും അവരെ പോലെ ആരും ഈ ലോകത്തില്ലെന്ന് തോന്നും, വെറും അഭിനയമാണ്. ഇത് കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്, പരീശന്മാർ ശാസ്ത്രിമാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർ കാണുക നീതി പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ വിധിച്ചു കളയുകയും ചെയ്യുന്നു. ന്യായം മറിച്ച് കളയുന്ന പരീശന്മാരും ശാസ്ത്രിമാരുടെ പ്രത്യേകത എന്താണ്? അവർ സ്വയം നീതിമാന്മാരെന്ന് വിചാരിക്കുന്നവരാണ്. അവർക്ക് പാപബോധമില്ല, തകരുന്നില്ല, ബ്രോക്കൺ ആകുന്നില്ല. ഈ ബ്രോക്കൺനെസ് ഞാൻ ഈ ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് വരുത്തൊന്നുമില്ല. അത് കർത്താവിൻ്റെ പ്രസൻസ് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് വരുന്നത്. ഇന്നലെ യശയ്യാവിന് വന്നതുപോലെ ഇത് ശരിക്കും നമ്മുടെ സ്പിരിച്വൽ യാത്രയുടെ തുടക്കമാണ് ഈ ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. അവിടെയാണ് എൻ്റെ ദാരിദ്ര്യം. ഈ സ്പിരിച്വൽ പോവർട്ടി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ശരിക്കും ആത്മാവിൽ, അന്തരാത്മാവിൽ, ഇന്നർ സോളിൽ നമ്മൾ ദരിദ്രന്മാരാന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഐ എം ഡീപ്ലി അവെയർ അബൌട്ട് മൈ ട്രൂ പൊസിഷൻ. ഇതാണ് എൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. കർത്താവ് ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന റെവലേഷനെയാണ് നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. Blessed are those who are poor in the spirit, for they will inherit the kingdom of God. ദൈവത്തിൻ്റെ രാജ്യം അവരുടേതാണ്. കാരണം നമ്മുടെ ധനം കൊണ്ടോ റിസോഴ്സ് കൊണ്ടോ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ സ്വഭാവം കൊണ്ടും കയറാൻ പറ്റില്ല. ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ലഭിക്കുന്ന ആളുകൾ ശരിക്കും പൂർണ്ണമായും അവരെ വിട്ടുകൊടുത്തവരാണ്. അതായത് അവരുടെ ഗവൺമെൻറ് ജഡ്ജ് ചെയ്യുന്നില്ല. നമുക്കറിയാം ഇന്ത്യക്കാരുടെ
ഈ നമ്മളെ ഇന്ത്യക്കാരെ, നമ്മളെല്ലാം ഇന്ത്യക്കാരല്ലേ, ഇന്ത്യക്കാർ ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ സ്വരാജ് പ്രസ്ഥാനമൊക്കെ തുടങ്ങി, ഇൻഡിപെൻഡൻസ് സ്ട്രഗിളൊക്കെ തുടങ്ങിയിട്ട് അവസാനം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ച് ഇന്ത്യക്കാർ ഭരിക്കാൻ തുടങ്ങി. ഇതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് നിൽക്കുമ്പോൾ വേറൊരു ഗവൺമെൻറ്റിനെ ഭരിക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് ദരിദ്രവും ശുഷ്കവും നടുവൊടിഞ്ഞതുമാകുമ്പോഴാണ്. അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊന്നും കൊടുക്കാനില്ലാത്ത ഒരവസ്ഥ. ഇപ്പം ദൈവം വെച്ചിരിക്കുന്ന ഹ്യൂജ് ഡിമാൻഡ് ഓഫ് റൈച്ചസ്നെസ്സിന് മുമ്പിൽ നമുക്കൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ആ ചുങ്കക്കാരനെ പോലെ ഞാൻ ഹൃദയം തകർന്ന ഒരാളായിട്ട് വരുന്നത്. അപ്പോഴാണ് അങ്ങനെയുള്ളവരുടേതാണ് ദൈവരാജ്യം. ഇപ്പോൾ എനിക്ക് എൻ്റെ ബുദ്ധി കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് കഴിയത്തില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ ഒരാൾ തല്ലിയെന്ന് വിചാരിക്കുക. അപ്പോൾ തല്ലി കഴിയുമ്പം സഭയുടെ നടുക്ക് വെച്ചാണ്, സഭയിലുള്ള വിശ്വാസിയാണ് തല്ലിയത്, അതൊക്കെ സംഭവിക്കാവുന്നതാണ് ഇന്നത്തെ കാലത്ത്. തല്ലുകൊണ്ട് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ജഡം പ്രവർത്തിക്കുകയാണ്. എനിക്ക് ഒത്തിരി സൊല്യൂഷൻസ്, കാരണം ഞാൻ ബുദ്ധിയുള്ള ആളായതുകൊണ്ട് എൻ്റെ ഈ മനസ്സും ശരീരവും കൂടി ചേർന്ന് കുറേ സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. ഒന്ന് തിരിച്ചൊന്ന് പൊട്ടിക്കാനായിരിക്കും ആദ്യം തോന്നുന്നത്. പക്ഷെ അത് സഭയായതുകൊണ്ടും അയാൾ എന്നേക്കാൾ ശക്തനായതുകൊണ്ടും തിരിച്ചടിച്ചാൽ ഞാൻ ചിലപ്പോൾ വീണു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടും ഞാൻ മനസ്സ് പറയും തല്ലണ്ട, വിട്ടേക്ക്. അപ്പം 2 ഓപ്ഷനുണ്ട്. ഒന്ന് തല്ലാം, തല്ലാതെ വിടാം. പിന്നെ പാസ്റ്റോട് പറയാം, പരാതി പറയാം, കമ്മിറ്റിക്കാർക്ക് പരാതി എഴുതി കൊടുക്കുക ഇവനെ തല്ലി. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞ് മറ്റവനെ കുഴപ്പത്തിലാക്കാം. പക്ഷെ എൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് ഞാൻ തല്ലി മേടിച്ചത്, അത് ഞാൻ പറയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എനിക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പൈസ തീർന്നു എന്ന് വിചാരിച്ചോ, എനിക്ക് ഒന്നിന് സുഹൃത്തുക്കളോട് ചോദിക്കാം, അല്ലെങ്കിൽ അതിന് പോയി ജോലി ചെയ്യാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാം, അതല്ലെങ്കിൽ 100,000 വഴികളുണ്ട്. ലോൺ എടുക്കാം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, ക്രെഡിറ്റ് കാർഡ് വെച്ചൊരു വലിക്കാം, പല പണികൾ നടക്കും. ഇതെല്ലാം വിശാലമായ വഴികളാണ്, ഇഷ്ടംപോലെ ഓപ്ഷൻസാണ് നമുക്ക് ജീവിക്കാൻ. അതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ പവറാണ്. നമ്മുടെ രാജ്യം ബുദ്ധി കൂടുന്തോറും നമ്മുടെ രാജ്യം വലുതാവും, സമ്പത്ത് കൂടുന്തോറും നമ്മുടെ രാജ്യം വലുതാവും, നമ്മുടെ ആൾക്കാർ നമ്മൾ അംഗീകരിക്കും തോറും നമ്മുടെ രാജ്യം വലുതാവും. അപ്പം നമ്മുടെ രാജ്യം വലുതാകുമ്പം നമ്മൾ ആത്മാവിൽ ദരിദ്രരല്ല, നമ്മൾ ഭയങ്കര സമ്പന്നരായിട്ട് മാറുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുകയേയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നമുക്ക് ഒത്തിരി ശബ്ദങ്ങൾ, ഓൾറെഡി സൊല്യൂഷൻസ് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഈ ദൈവം എന്ന രാജാവ് എന്താണ് പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുകയില്ല. കാരണം അവർ കിങ്ഡം ഈസ് വെരി സ്ട്രോങ്. നമ്മുടെ കിങ്ഡം വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു സമയത്ത് കർത്താവ് പറയുന്ന ശബ്ദങ്ങൾ നമുക്ക് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ദരിദ്രരാവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ഒരു അഭ്യാസം കൊണ്ടും ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മൾ നീതി എന്ന വിഷയത്തെക്കുറിച്ച് എടുക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് നമുക്കറിയാം നീതിയാണ്, അല്ലേ? ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ആത്മാവിൽ ദൈവത്തിൻ്റെ നീതിയും ആത്മാവിൽ സമാധാനവും സന്തോഷവുമാണ്, അല്ലേ? അതൊക്കെ ആ ഓർഡറല്ല ഞാൻ പറഞ്ഞത്. എന്നാലും നീതി എന്ന് പറയുന്നത് ദൈവരാജ്യമായിട്ട് എപ്പോഴും ഏത് രാജ്യത്തിനൊരു നീതി വ്യവസ്ഥയുണ്ട്, ആ നീതിയുടെ കോഡുണ്ട്, അത് ദൈവരാജ്യത്തിനുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം നീതിമാന്മാരെന്ന് വിചാരിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ ന്യായക്കോടതിയുടെ മുമ്പിലേക്ക് നമുക്ക് ചെന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഓൾറെഡി വി ഹാവ് പാസ്ഡ് എ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് കേൾക്കാൻ ഇനി ഞാൻ ആവശ്യമില്ല. കാരണം ഐ നോ ഐ എം ഗുഡ്, അല്ലേ? നമ്മളെല്ലാം ഡീസൻ്റ് ആൾക്കാരും ചിലപ്പോൾ 1-2 തെറ്റൊക്കെ ചെയ്യുന്നവരുമാണ് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത. അങ്ങനെയുള്ളവർക്കുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ആ ജഡ്ജ്മെൻറ്റ് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം, ഞാൻ എങ്ങനെയാണ് ആത്മാവിൽ ദരിദ്രനായി മാറിയതെന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാവുമായിരിക്കും. ഈ ദാരിദ്ര്യം എനിക്ക് സംഭവിച്ചത് 1994 പെട്ടെന്ന് ഞാൻ ദരിദ്രനായി പോയത്. അതുവരെ ഞാൻ ഭയങ്കര സമ്പന്നനായിരുന്നു. ഈ സമ്പന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സമ്പന്നത, ഞാൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റു പിള്ളേർക്ക് ശല്യക്കാരനായ, വർത്തമാനം പറയുന്നവരുടെ പേരെഴുതി കൊടുക്കുന്ന, എന്തെങ്കിലും വന്നാൽ സാറിനോട് പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രത്യേക തരം വിദ്യാർത്ഥി. മറ്റു വിദ്യാർത്ഥികൾക്കൊന്നും ഇഷ്ടമില്ലാത്ത സാറുമാരുടെ സൈഡിൽ നിൽക്കുന്ന വിദ്യാർത്ഥി. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ക്യാരക്ടറും കോൺടാക്റ്റും ഒക്കെ ഭയങ്കര നല്ലതെന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതനുസരിച്ച് അവരെന്നെ, ഈവൻ ടീച്ചേഴ്സ് പോലും ഞാനൊരു തെറ്റ് എന്ന് പറഞ്ഞ് വിശ്വസിക്കത്തില്ലായിരുന്നു. അത്ര ഭയങ്കര അഭിനയമായിരുന്നു എൻ്റേത്. അപ്പോൾ അഭിനയിച്ച് അവസാനം സ്കൂളിന് വെളിയിറങ്ങി എൻ്റെ അഭിനയം തീർന്നില്ല. ഞാൻ ഭയങ്കര നീതിമാനായി ഇങ്ങനെ കോളേജിൽ പോയി. അപ്പോൾ അവിടെ എല്ലാം തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ക്ലാസ്സിൽ താമസിച്ച് വരുന്നവർ, ഹോംവർക്ക് ചെയ്യാത്തവരെ പിടിച്ച് 4 പൊട്ടിക്കണേന്ന് എൻ്റെ ആഗ്രഹം. കാരണം ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് സ്റ്റുഡൻറ്റ്, എല്ലാത്തിനും മാർക്കുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യം. ഇപ്പം ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചാൽ ഞാനവിടെ കാണും. അപ്പോൾ പിറ്റേ ദിവസം വരുമ്പോൾ ഇന്നലെ വരാത്തവരെ എഴുന്നേറ്റ് എല്ലാത്തിൻ്റെ ഓരോന്ന് പൊട്ടിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. കാരണം നീതി നടപ്പാണല്ലോ. അപ്പോൾ നീതി നടപ്പാകാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ നടക്കുന്നത്. ഭയങ്കര നീതിമാനാണ്. അങ്ങനെ പോയി കോളേജ് ലൈഫായി പകുതി ആയപ്പോഴാണ്
ഈ ദാരിദ്ര്യം എന്നെ വന്ന് അടിച്ച് തകർത്ത് കളഞ്ഞത്. ഈ ദാരിദ്ര്യം വന്ന് ഞാൻ സുവിശേഷം കേട്ടെന്നാണ്. ഈ സുവിശേഷം കേട്ടെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ വെറും ദരിദ്രനും നരകയോഗ്യനും ഞാൻ വിചാരിച്ചാൽ പോലും നന്നാകാൻ പറ്റാത്തവനുമാണ് എന്നുള്ള കാര്യം. ഇത് ദൈവത്തിൻ്റെ ആത്മാവിനല്ലാതെ നമുക്ക് ബോധ്യപ്പെടുകയില്ല. നമ്മളെപ്പോഴും നമ്മൾ ചെയ്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത്തിരകൾ വെച്ചുകൊണ്ട് നമ്മൾ നീതിമാന്മാരായിട്ട് നടിക്കും. അത് നമ്മളോട് തന്നെ നടിക്കും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമുക്ക് തന്നെ അറിയാമെങ്കിലും വേറൊരു എക്സ്ക്യൂസ് വെച്ചിട്ട് അതിനെ നമ്മൾ മറച്ചു കളയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും ഇവിടുത്തെ പാസ്റ്ററിനോട് വഴക്കുണ്ടാക്കിയെന്ന് വിചാരിച്ചോ, ഒന്നുമില്ല, ചുമ്മാ എക്സാമ്പിൾ. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ചിന്തിക്കാം, മോശമായിപ്പോയി, വേണ്ടായിരുന്നു, എൻ്റെ വായ ശരിയല്ല, കഷ്ടമായിപ്പോയി, പോയി സോറി പറഞ്ഞേക്കാം, പിന്നെ ഓർത്ത് നാളെ കാണുമ്പം പറയാം. അപ്പോൾ എനിക്ക് എൻ്റെ കോടതിക്ക് പ്രവർത്തിക്കാൻ 24 മണിക്കൂർ കിട്ടിയേക്കുക. അപ്പം ഞാൻ ഇതുമായിട്ട് റൂമിൽ പോയി എൻ്റെ കോടതി വർക്ക് ചെയ്യുക. നീ എന്തിനാ മാപ്പ് പറയുന്നത്? അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറഞ്ഞ്, നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, അങ്ങനെ എൻ്റെ കോടതി അങ്ങനെ ആക്കും. ഒരു 24 hours കഴിയുമ്പം അയാൾ ലോകത്തിലേക്ക് ഏറ്റവും മോശം ആളും ഞാൻ ഗതികേട് കൊണ്ട് മാത്രം വഴക്കുണ്ടാക്കി ഒരു പാവവുമായിട്ട് മാറും. അത്ര കപ്പാസിറ്റിയാണ് നമ്മുടെ അകത്തുള്ള ഈ കോർട്ട് സിസ്റ്റത്തിന്. ശരിയാണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സാധനം? നിങ്ങളെല്ലാം ഉള്ളിലുണ്ട്. ഇത് ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ സന്നിധി ചെന്നിട്ട് അയ്യോ ഞാൻ പൊളിഞ്ഞേ ഒന്നുമില്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഉണ്ട്, നമ്മുടെ കോടതി സമ്മതിക്കുന്നില്ല. നമുക്കിങ്ങനെ അഭിനയിക്കാം, ഞാൻ പൊടിയാണ്, പുഴുവാണ്, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതൊന്നും ദൈവത്തിന് മുമ്പിൽ വർക്ക് ചെയ്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയം പറയുന്നുണ്ട്, അവനേക്കാളും എന്തായാലും നീ ഭേദമാണ്, അപ്പുറത്തിരിക്കുന്ന 2 പേരെക്കാളും നീ ഭേദമാണ്, ഒന്നുമല്ല നിന്റെ ഭാര്യയെക്കാളും നീ ഭേദമാണ്. നിന്റെ ഭാര്യ നിന്നോട് എന്തുമാത്രം മഴക്കില്ല, ഭർത്താവ് എന്തുമാത്രം മഴക്കുണ്ടാക്കും, എന്നിട്ട് നീ എത്ര സഹിക്കുന്നു, നീ എത്ര നല്ല ആളാണ് എന്ന് ഈ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ എങ്ങനെ ചുമ്മാ അഭിനയിക്കുക കർത്താവിൻ്റെ മുമ്പിൽ എന്നിട്ട് അയ്യോ ഒന്നുമില്ല കർത്താവേ, നീ തന്നാലത്തില്ല, ഒന്നുമില്ല, ചുമ്മാ നമ്പർ. അതെല്ലാം ഇതൊക്കെ ജഡത്തിൻ്റെ ഓരോ നമ്പറുകളാണ്. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഹൃദയം തകർന്ന ഒരാളായി മാറുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഈ ഹൃദയം തകരുന്ന ഒരവസ്ഥ, അതായത് ദൈവമേ നിന്റെ മുമ്പിൽ നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നൊരവസ്ഥ എൻ്റെ ആത്മാവിൽ വന്നാലേ ദാരിദ്ര്യമുള്ളൂ. ബുദ്ധിയിൽ വന്നിട്ട് കാര്യമില്ല. ആത്മാവിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അന്തരാത്മാവ് കൊണ്ട് എനിക്കറിയാം ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാപി. അതെനിക്ക് എൻ്റെ അന്തരാത്മാവ് കൊണ്ടറിയാം. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പം എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും വലിയ പാപി, ഏറ്റവും കൃപ ലഭിക്കേണ്ടത് ഞാനാണെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതറിയുമ്പോഴാണ് നമ്മൾ തകരുന്നത്. കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ആരാ? യോഹന്നാനാന്ന് ആരാ പറഞ്ഞേക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിലില്ല, മർക്കോസിന്റെ സുവിശേഷത്തിലില്ല, ലൂക്കോസിന്റെ സുവിശേഷത്തിലില്ല, വേറെ ലേഖനങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യോഹന്നാനെയാണ്. അത് യോഹന്നാൻ അങ്ങ് പറഞ്ഞതാ. പക്ഷെ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ആരാന്നറിയോ? ആരാ? പത്രോസ് ഒന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന ആളെ അല്ല. കാരണം യോഹന്നാൻ ആലോചിച്ച് നോക്കിയപ്പോൾ യോഹന്നാനെ രക്ഷിക്കാൻ കർത്താവിന്, ഞാനുള്ള സത്യം തുറന്നു പറഞ്ഞേക്കാം, ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല, അത് ഞാനാണ് കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. കാരണം ഈ കൂടുതൽ ഇളച്ചു കിട്ടിയവനാണ് കൂടുതൽ സ്നേഹം കിട്ടിയത്. ഇപ്പോൾ യോഹന്നാൻ നോക്കിയപ്പോൾ എന്നെ സ്നേഹിക്കാൻ കർത്താവിന് എന്തുമാത്രം സഹിക്കേണ്ടി വന്നെന്നാണ് യോഹന്നാൻ ചിന്തിക്കുന്നത്. പത്രോസിനൊന്നും ക്ഷമിക്കാൻ അത്രയും പാടില്ല. എന്നെപ്പോലൊരു ആളെ സ്നേഹിക്കാൻ എന്നെ നെഞ്ചോടിരുത്തി എത്രമാത്രം കർത്താവ് എന്നെ കൊണ്ടു നടന്നു എന്ന് യോഹന്നാൻ അറിയാം. അപ്പോൾ അങ്ങനെ ആ കണക്ക് വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കർത്താവ് സ്നേഹിച്ചത് എന്നെയല്ലേ? ആണോ? കാരണം യോഹന്നാനെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്ത് പാടായിരുന്നു എന്നെ സ്നേഹിക്കാൻ. അപ്പോൾ കൂടുതൽ കുഴിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ പൊക്കിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരോടും ഒരു ദോഷവും തോന്നില്ല. അയാൾ ശരിയല്ലെന്ന് എൻ്റെ മനസ്സിൽ വരത്തില്ല. കാരണം ഞാൻ അതിനേക്കാളും വലിയ കൃപയ്ക്കകത്ത് നടക്കുന്നയാളാണ്. ഇതിനെയാണ് നമ്മൾ ആത്മദാരിദ്ര്യം എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ നിന്ന് പുൽപ്പിറ്റിൽ നിന്ന് അലറി കേൾക്കുന്നതൊക്കെ ആത്മീക സമ്പന്നതയുടെ അഹങ്കാരങ്ങളുടെ അലർച്ചയാണ്. അവർ പ്രസംഗിക്കുന്നിടത്തുനിന്ന് അവരെ പോലെ ആരും ഈ ലോകത്തില്ലെന്ന് തോന്നും. വെറും അഭിനയമാണ്. ഇത് കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്, പരീശന്മാർ ശാസ്ത്രിമാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർ കാണുക നീതി പ്രവർത്തിക്കുകയും മറ്റുള്ളവർ വിധിച്ചു കളയുകയും ചെയ്യുന്നു. ന്യായം മറിച്ച് കളയുന്ന പരീശന്മാരും ശാസ്ത്രിമാരുടെ പ്രത്യേകത എന്താണ്? അവർ സ്വയം നീതിമാന്മാരെന്ന് വിചാരിക്കുന്നവരാണ്. അവർക്ക് പാപബോധമില്ല, തകരുന്നില്ല, ബ്രോക്കൺ ആകുന്നില്ല. ഈ ബ്രോക്കൺനെസ് ഞാൻ ഈ ഒരു പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് വരത്തൊന്നുമില്ല. അത് കർത്താവിൻ്റെ പ്രസൻസ് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് വരുന്നത്. ഇന്നലെ യെശയ്യാവിന് വന്നതുപോലെ ഇത് ശരിക്കും നമ്മുടെ സ്പിരിച്വൽ യാത്രയുടെ തുടക്കമാണ് ഈ ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. അവിടെയാണ് എൻ്റെ ദാരിദ്ര്യം. ഈ സ്പിരിച്വൽ പോവർട്ടി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ശരിക്കും ആത്മാവിൽ, അന്തരാത്മാവിൽ, ഇന്നർ സോളിൽ നമ്മൾ ദരിദ്രന്മാരാന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഐ എം ഡീപ്ലി അവെയർ അബൌട്ട് മൈ ട്രൂ പൊസിഷൻ. ഇതാണ് എൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത്.
അപ്പം ഞാനിങ്ങനെ വലിയ മിടുക്കനായിട്ടിരിക്കുന്ന സമയത്താണ് ഈ സുവിശേഷം കേൾക്കുന്നത്. സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പം ഇതൊരു കോടതി മുറിയിലാണ് ഈ ശരിക്കും നീതീകരണം നടക്കുന്നത്. ദൈവത്തിൻ്റെ കോടതി, ദൈവത്തിൻ്റെ രാജ്യമാണെങ്കിൽ ദൈവത്തിൻ്റെ കോടതി, ദൈവത്തിൻ്റെ കോടതിയിലോട്ട് ഞാൻ പ്രതിസ്ഥാനത്ത് പോയി നിൽക്കുകയാണ്. അപ്പം എനിക്കെതിരെയുള്ള കുറ്റങ്ങളുമായിട്ട് സാത്താൻ വന്നിട്ടുണ്ട്. ഈ സാത്താനാണ് എല്ലാവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾ. പിന്നെ നമ്മളുടെ ഇടയിൽ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, മറ്റൊരാളുടെ കുറ്റം എങ്ങനെയും കണ്ടുപിടിക്കുക, അവരുടെ കുറ്റം ഒരിക്കലും കാണുമില്ല. അങ്ങനെ സാത്താൻ്റെ അതേ സ്വഭാവമുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും നമ്മളെക്കാളൊക്കെ ഇക്കാര്യത്തിൽ മിടുക്കൻ സാത്താൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സാത്താൻ എൻ്റെ പാപങ്ങൾ, ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് ചെയ്ത പാപങ്ങളുടെ ഒരു ലിസ്റ്റുമായിട്ട് ദൈവത്തിന് മുമ്പിൽ പോയി നിൽക്കും. ഞാനൊരു ഇത്രയും വലിയ ഫയലോ ഇത്രയും പേപ്പറോ ഒരു തെറ്റും ചെയ്യാത്ത ഞാനാ, അതാ എൻ്റെ ചിന്ത. ഞാൻ ചെയ്തതെല്ലാം നീതിയാന്ന് എൻ്റെ ചിന്ത. ആദ്യത്തെ പേജ് എടുത്തു, സാത്താൻ പറയാണ് ഈ ചേസ് ജോസഫ് എന്ന് പറയുന്നവനൊരു കൊലപാതകനാണ്. ഞാൻ പറഞ്ഞു, കൊലപാതകനോ? ഞാൻ വെജിറ്റേറിയനാണ്, ഞാനൊരു കോഴിയെ പോലും കൊല്ലുന്നില്ല. അന്ന് ഞാൻ പക്ക വെജിറ്റേറിയൻ ആയിരുന്നു. എന്തിനാണ് തിന്നുന്നതിനെ കൊല്ലുന്നത്, കൊല്ലാതെ തിന്നുകൂടെ എന്നൊരു ഒരു ഒരു ക്യാമ്പയിനിങ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. അതിന് ലേഖനം വരെ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് സാത്താൻ എന്ന് പറഞ്ഞവൻ കൊലപാതകനാണ്. ഇപ്പം എല്ലാം കഴിക്കും കേട്ടോ, കുറച്ച് കുറച്ച്. അപ്പൊ കർത്താവ് പറയാണ്, നീ എത്ര കോഴിയെ തിന്നാലും കുഴപ്പമില്ല, പക്ഷെ സഹോദരനെ ദ്വേഷിക്കുന്നവനെല്ലാം കൊലപാതകൻ എന്നാണ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ഒരാളോടും എനിക്ക് സ്നേഹമില്ല. ഈ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു ജീവിതകാലത്തിൽ നിന്നും എനിക്കൊരു സുഹൃത്തില്ല. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തോ ഞാൻ കോളേജിൽ 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ രക്ഷയുടെ അനുഭവത്തിലോട്ട് വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ നിന്ന് എനിക്ക് ഒരു സുഹൃത്തില്ല. സുഹൃത്തുക്കൾ അതിന് ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഉണ്ടായത്. കാരണം അതുവരെ എൻ്റെ വിചാരം ഇവരൊന്നും എൻ്റെ അത്രയും ക്വാളിറ്റി ഉള്ളവരല്ലെന്നാണ്. അപ്പോൾ ഇത്രയും നല്ല പരീക്ഷനെ നിങ്ങൾ ലോകത്ത് കണ്ടിട്ടുണ്ടാവില്ല. പക്ക പരീക്ഷ. അതായത് മനസ്സുള്ളിയായിരുന്നു, പ്രേമിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് അപ്പൊ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ വ്യഭിചാരം ഒന്നും ചെയ്യണ്ട, ഹൃദയം കൊണ്ട് നീ മോഹിച്ചിട്ടുണ്ടെങ്കിൽ വ്യഭിചാരിയാണ്. അപ്പൊ ഞാൻ 2 പാപം സംഭവിച്ചു. അത് ശരിയാണ്, ഹൃദയം കൊണ്ട് ആ പ്രായമാകുമ്പോഴേക്കും മോഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. പിന്നെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ നിയമങ്ങളും ലംഘിച്ചിട്ടുണ്ട്. മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടില്ല, പക്ഷെ അവൻ്റെ കയ്യിരിക്കുന്ന സാധനം എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ മൊത്തം ഞാൻ പറഞ്ഞതും കള്ളമായിരുന്നു. അത്രയും കള്ളം പറഞ്ഞാൽ ഞാൻ നീതിമാനെന്ന് അഭിനയിച്ച് പിടിച്ചു നിന്നത്. എത്ര കള്ളം പറഞ്ഞാലേ നമുക്ക് ഒരു ദിവസം നീതിമാനായിട്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നറിയോ? മുഴുവൻ അഭിനയമല്ലേ. അവസാനം പറഞ്ഞു വന്നപ്പോൾ എല്ലാ പാപവും ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പേജ്. അപ്പം എനിക്കറിയാം ഞാൻ പോക്കായി. ഇത്ര നേരം ഞാൻ ഭയങ്കര നീതിമാനായിരുന്നു. ആ ഒരു മോമെന്റിൽ കർത്താവിന് മുമ്പിലേക്ക് ചെന്നപ്പോഴേക്കും ഞാൻ ഒരു 1ാം നമ്പർ പാപിയായിട്ട് മാറി. ഒരു ക്ലെയിം പോലും ഇല്ല, ഒരു നന്മ ചെയ്തെന്ന് പറയാനില്ല. അതിന്നുമില്ല. ഞാൻ ചെയ്തെന്ന് പറയാനില്ല. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കും, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഓർമ്മശക്തി പോലാത്ത എനിക്ക് ഞാൻ ഈ പ്രസംഗിച്ചതിനകത്ത് ഒരു മെറിറ്റും ദൈവത്തിന് കണക്കൂട്ടാനില്ല, പുകഴാനൊന്നുമില്ല. അവസാനത്തെ പേജിൽ സാത്താൻ എഴുതി വെച്ചിരിക്കുകയാണ്, ഇവനൊരു വിഗ്രഹാരാധിയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ, ശ്വാസം വിടാനൊരു സ്പേസ് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ വിഗ്രഹാരാധിയല്ല. കാരണം പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ ഓർത്തഡോക്സ് ചർച്ച് വിട്ടിട്ട് CSI പോയതാണ്. വിഗ്രഹങ്ങൾ വെറുക്കുന്നത് കൊണ്ടാണ് അത് ചെയ്തത്. ഞാൻ അതിനുശേഷം, ആ ബോധം ഉണ്ടായതിനു ശേഷം ഞാനൊരു ഫോട്ടോയുടെ മുമ്പിലോ വിഗ്രഹത്തിന് മുമ്പിലോ ഉണങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ വിഗ്രഹാരാധിയാവും? കർത്താവ് പറഞ്ഞു, നിന്റെ വിഗ്രഹം വെളിയിരിക്കുന്നതല്ല, നീ തന്നെയാണ്. നീ ഒരു വിഗ്രഹമായി എത്ര പേരുടെ അടുത്താണോ ബഹുമാനം ചോദിക്കുന്നത്? എന്നെ ബഹുമാനിക്കൂ, എന്നെ പോലെ നല്ലവൻ ആരുള്ളൂ? അപ്പൊ ആരാ വിഗ്രഹം? ഞാൻ തന്നെയാണ്. അതിൻ്റെ അകത്തിരിക്കുകയാണ്. എന്നെ റവറൻഡ് പാസ്റ്റർ എന്ന് വിളിക്കുമ്പം ഒക്കെ എൻ്റെ ദേഹത്തൊരു കുളിരാണ്. റവ പാ. യേശുക്രിസ്തുവിന് ഇതൊന്നുമില്ലായിരുന്നു. വെറും യേശു, ഒരു കുഴപ്പമില്ലായിരുന്നു. കേഫ വെറും കേഫയായിരുന്നു. ബ്രദർ കേഫ ഇല്ല, റവറൻഡ് കേഫ ഇല്ല, പാസ്റ്റർ കേഫ, ഒരു വകയില്ല. ജസ്റ്റ് കേഫ. പത്രോസ്, അന്ത്രയോസ്, പൗലോസ്, ഇവർക്കൊന്നും ഒരു വകയില്ലായിരുന്നു. പക്ഷെ നമുക്ക് ആ പാ അങ്ങ് വന്നില്ലെങ്കിൽ ഒരു സുഖം വരത്തില്ല. വിഗ്രഹമാണ്. നമ്മളെ തന്നെ വിഗ്രഹമായി പ്രതിഷ്ഠിക്കുന്നു. എല്ലാവരുടെയും വർഷിപ്പ് ചോദിക്കുന്നു. എന്നെ ബഹുമാനിക്കൂ, എനിക്ക് ഏറ്റവും നല്ല സീറ്റ് തരൂ, ഞാൻ ഏറ്റവും വലിയ നീതിമാൻ. കുറച്ചുകൂടെ പുകഴ്ത്തി പറയൂ. എൻ്റെ മനസ്സങ്ങനെ പറയുന്നത്. എന്നിട്ട് പരസ്യമായിട്ട് ഞാൻ എന്താ പറയുന്നത്, എനിക്കിങ്ങനെ പുകഴ്ത്തി പറയുന്നൊന്നും ഇഷ്ടമില്ല കേട്ടോ.
പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പുകഴ്ത്തി പറഞ്ഞവനോടൊരു സ്നേഹം, അത് ഞാൻ തടഞ്ഞാലും അതുണ്ടായി വരും. എന്നാൽ ആ മനുഷ്യൻ എന്നെക്കുറിച്ച് ഇത്രയും പുകഴ്ത്തി പറഞ്ഞല്ലോ, അത് എനിക്ക് പുകഴ്ത്തി പറയുന്ന ഒട്ടും ഇഷ്ടമില്ലെന്ന് ഞാൻ അഭിനയിക്കുന്നെങ്കിലും ഈ പറഞ്ഞ ആളോട് എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. ശരിയാണോ? അത് ഇവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് പുകഴ്ത്തി പറയുന്നവരെല്ലാം ഓരോ സ്ഥലത്ത് എത്തിപ്പറ്റുന്നത്. കാരണം പുകഴ്ച ഇഷ്ടമില്ലെന്ന് വിചാരിച്ചാലും മനുഷ്യനായതുകൊണ്ട് അവൻ ഈ സിംഹാസനം ഭയങ്കര ഇഷ്ടമാണ്. അവൻ ദൈവത്തോടുള്ള കോമ്പറ്റീഷൻ ഇരിക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും ദാസരൂപം. ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പക്കാ ദാസനായിരുന്നു. ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ താഴെ ഒരു ദാസൻ സങ്കല്പിക്കാൻ പറ്റത്തില്ല. കർത്താവ് ശിഷ്യന്മാർ നടന്നു പോകുമ്പോൾ ആഹാരം ഉണ്ടാക്കി വിളമ്പി കൊടുത്തോണ്ടിരുന്ന യേശുക്രിസ്തുവാ. ശിഷ്യന്മാരെല്ലാം സീറ്റ് ഇരുത്തിയിട്ട് കാല് കഴുകി ആ ഒരു ദാസനെ പോലെ മുട്ടു തിന്നിട്ടാ പറഞ്ഞേ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഭവനത്തെ തരുന്നു, എല്ലാ ദാനങ്ങളും നിങ്ങൾക്ക് തരുന്നു. നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുന്നേ? പറ്റുവാണെങ്കിൽ കസേരയുടെ മുകളിൽ കയറുന്നത്, ഇന്നാ പിടിച്ചോ, ആ സ്റ്റൈല് വേണം. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് മുട്ടുകുത്തി നിന്ന്, അതാ യേശുക്രിസ്തുവിന്റെ ലൈഫ് നോക്കിയാൽ ഒരു നല്ലവനായ ഗുരു എന്ന് പറഞ്ഞപ്പോൾ ഒരു പാവവും ചെയ്യാത്ത ദൈവമായ കർത്താവ് പറയാണ് എന്നെ നല്ലവെന്ന് വിളിക്കുന്നത് എന്തിനാണ്? സോ ഹി ഡസ് നോട്ട് നീഡ് ടു ബി ബ്രോക്കൺ. പക്ഷെ ഒരിക്കലും സമ്പന്നനായി കർത്താവ് കാണപ്പെടുന്നേയില്ല. ഒന്നുമില്ലാത്തവനായിട്ടാണ് കാണപ്പെടുന്നത്. ശരിയാണോ? ആണോ? അപ്പോൾ യേശുക്രിസ്തു പറയുന്ന വാക്ക് എങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്? യേശുക്രിസ്തു ചോറ് വിളമ്പി കൊടുത്തോണ്ടിരുന്നെന്ന് അത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് ചോദിക്കുന്നുണ്ട്, മേശയിൽ ഇരിക്കുന്നവനാണോ, മേശയിൽ ശുശ്രൂഷിക്കുന്നവനാണോ വലിയവൻ? ആഹാരത്തിന് ഇരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ശുശ്രൂഷക്കാരനെ പോലെയല്ലേ ഉണ്ടായിരുന്നത്? എനിക്ക് ഒരിക്കലും മനസ്സിലാത്ത കാര്യമാണ് ഈ റവയും എങ്ങനെ നമ്മുടെ ഇടയിൽ വന്നത്. കത്തോലിക്കർ ഈ റവ പരിപാടി തുടങ്ങിയത്. കാരണം ഈ കത്തോലിക്ക അച്ഛന്മാർ കുർബാന ചൊല്ലുമ്പം അവർ ഈ അപ്പം എടുത്ത് വാഴ്ത്തുന്ന യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്കറിയാലോ, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയും. അതായത് ആ ശരീരം യേശുക്രിസ്തുവിനായിട്ട് മാറുന്നവരുടെ ചിന്ത. അപ്പൊ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, യേശുക്രിസ്തുവിന്റെ ശരീരം നിങ്ങൾ എങ്ങനെയാണോ മുറിക്കുന്നതെന്ന്. യേശുക്രിസ്തുവിന്റെ ശരീരം ആരാ യാഗം കഴിക്കുന്നത്? കർത്താവ് തന്നെയല്ലേ. അപ്പൊ ഇവർ പറഞ്ഞു, കാപ്പ ഇടുമ്പോൾ ഈ പുള്ളി യേശുക്രിസ്തുവിന്റെ പ്രതിനിധിയാണ്. കാപ്പ ഇടുമ്പോൾ. അപ്പൊ അച്ഛൻ ഇങ്ങോട്ട് കാപ്പ ഇട്ടുകൊണ്ട് തിരിയുമ്പോഴേക്കും വിശ്വാസികളെല്ലാം കൂടി ഇങ്ങനെ എന്താണെന്നറിയോ? യേശുക്രിസ്തു വന്നേക്കുന്നു. എന്താ ഗ്ലോറിയസ് വിഗ്രഹാരാധി, അവരുടെ തിയോളജി. എന്നിട്ട് ഈ കർത്താവിന്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ടാണ് അച്ഛൻ യാഗം. അപ്പൊ യേശുക്രിസ്തു യാഗം അർപ്പിച്ച പോലെയാണ് ഭക്തിയോടെ കത്തോലിക്കരെ സ്വീകരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് പോയി നിന്ന് വാങ്ങിക്കുന്ന ബന്ധുക്കൂസരുണ്ട്. കാരണം എന്ത് ചെയ്യാനാ, പഴയ പാരമ്പര്യം. ഇടയ്ക്കിടയ്ക്ക് ബന്ധുക്കളെ പ്രസാദിപ്പിക്കാനും ഒക്കെ പോയി അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് അവരെ റവറൻസ്, ഭയഭക്തി ബഹുമാനങ്ങളോടെ നോക്കേണ്ടവൻ എന്ന അർത്ഥത്തിൽ അവരെ റവ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഉപദേശിമാർ എങ്ങനെ റവയായതെന്ന് എനിക്ക് ഒരു തരത്തിലും പിടിയിടുന്നില്ല. എങ്ങനെയോ ആയിപ്പോയി. അപ്പൊ ഈ വിഗ്രഹം വെച്ചുകൊണ്ട് ആൾക്കാരുടെ പുകഴ്ത്തൽ ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വി ആർ പ്രൊമോട്ടിങ് ഐഡോലേറ്ററി എന്ന് മാത്രമല്ല, നമ്മൾ തന്നെ നമ്മളെ വർഷിപ്പ് ചെയ്യുകയാണ്. സെൽഫ് വർഷിപ്പ്, വിൽ വർഷിപ്പിംഗ്. അത് കൊളോസ്യ ലേഖനത്തിന്റെ വേറൊരു പഠനമാണ്. ഈ വിൽ വർഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. നമ്മുടെ തന്നെ വിൽ പവറിനെ വർഷിച്ച്. ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞില്ലേ, ഞാൻ ഒരു 5-10 വർഷം മുമ്പ് കേട്ടതാണ്. ഒരു സ്ത്രീ ഉണ്ട് അത്ര, ഒരു പ്രവാചകി, 20 വർഷമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ടോ അതിനൊക്കെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിന്? ആഹാരം കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? അവരുടെ ഒരു വിൽ പവർ കേട്ടോ എന്നാ പറയുന്നത്. കാരണം ആ വില്ലിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത്, കർത്താവിനെ അല്ല, ഈ മനുഷ്യരുടെ വിൽ പവർ, മനുഷ്യരിലേക്ക് ആരാധന, മഹത്വം. അവൻ എത്ര എന്ത് നല്ല ദൈവദാസൻ, നല്ലത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. കർത്താവ് എന്താ പറഞ്ഞത്? നല്ലവനായ ഗുരു എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനാരും. അപ്പൊ ദാരിദ്ര്യം, ശരിക്കും നമുക്ക് ആത്മീക ദാരിദ്ര്യം ഉണ്ടായാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എല്ലാ പുകഴ്ചകളും പോവും. ഒരാളെ മക്കളോട് ഉപദേശിക്കുമ്പോൾ വരെ നമുക്ക് ഭയം ഉണ്ടാവും ഉള്ളില്. നിങ്ങൾക്കറിയാം, എൻ്റെ മക്കളുടെ ഡിസിപ്ലിൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ മകനെ അടിക്കാൻ വേണ്ടി വഴിയെടുക്കുമ്പോൾ കർത്താവ് പറയും, അവൻ നിന്നേക്കാൾ എത്ര ഭേദമാണ്. വടി ഞാൻ മാറ്റി വയ്ക്കും. കാരണം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ അത്രയും കുഴപ്പം ഇവർക്ക് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പിള്ളേരെ തല്ലാൻ പറയാത്തത്. പഴയ നിയമത്തിൽ പിള്ളേരെ തല്ലി വളർത്താൻ പറഞ്ഞിട്ട് പുതിയ നിയമത്തിൽ പൗലോസ് പറയാണ് ഏറ്റവും ലേറ്റസ്റ്റ് സൈക്കോളജി. നിങ്ങളുടെ മക്കൾ ഭയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവരെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കരുത്, പ്രകോപിപ്പിക്കരുത്. അവരെ പത്യോപദേശം കൊടുത്ത് പോറ്റി വളർത്തണം. എന്താ ഈ പത്യോപദേശം? ധർമ്മോപദേശം പറഞ്ഞാൽ മോഷ്ടിക്കലടാ, രാവിലെ എഴുന്നേക്കടാ, പഠിക്കടാ, അതാണ് ധർമ്മോപദേശം, ധർമ്മം. പത്യോപദേശം എന്താ? പത്യോപദേശം ഇങ്ങനെ പറയുന്നത്,
മോളെ, നമ്മുടെ വീട്ടിൽ എല്ലാവരും പാപികളാണ്, നീയും നിന്റെ അപ്പനും അമ്മയും എല്ലാം പാപികളാണ്. നീതിമാനായ യേശുക്രിസ്തു എന്ന് ഒരുവൻ മാത്രമേ വീട്ടിലുള്ളൂ. നീ ഭയപ്പെടേണ്ടത് എന്നെയല്ല, നിന്നെ വീണ്ടെടുത്ത ക്രിസ്തുവിനെയാണ്. ഇതാണ് പത്യോപദേശം. ദൈവ ഭയം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഭയം കൊണ്ട് നേടുന്ന ഒന്നല്ല. നമ്മുടെ വീട്ടിൽ ആ കൊച്ചു കയറുമ്പോൾ മനസ്സിലാക്കണം, ഇവിടെ അപ്പനും അമ്മയും ഈ വീടും ഭയപ്പെടുന്ന ഒരു ദൈവമാണ് അവിടുത്തെ രാജാവ്. അതാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. അന്ന് പാട്ട് എഴുതുന്നത് വിശ്വാസത്തിലും ഭക്തിയിലുമാണ്. അതുകൊണ്ട് എഴുതുമ്പോൾ കറക്റ്റ് ആയിരിക്കും. റെവലേഷനിൽ നിന്നാണ് പാട്ട് വരുന്നത്, ബുദ്ധി എന്നല്ല. അതുകൊണ്ടാണ് ഈ പഴയകാലത്ത് ബൈബിൾ കോളേജ് ഇല്ല. വല്ലപ്പോഴും ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി കിലോമീറ്ററിൽ ചൂട്ട് കത്തിച്ച് പോയിക്കൊണ്ടിരുന്ന നാളിൽ എഴുതിയ പാട്ടുകളിലൊന്നും തിയോളജിക്കൽ പ്രോബ്ലം ഇല്ല. എന്നാൽ ഇത് മുട്ടിന് ബൈബിൾ കോളേജും ഹാർവസ്റ്റ് TV, പവർ വിഷൻ, യൂട്യൂബ് മൊത്തം പ്രസംഗത്തോട് പ്രസംഗം, പാടുന്ന പാട്ട് മുഴുവൻ മണ്ടത്തരം, തിയോളജിക്കൽ മിസ്റ്റേക്സ്. എന്താ കാരണം? ഉണർവില്ല, ആത്മാവ് സംസാരിക്കുന്നത്. അപ്പന്റെ രാജ്യമല്ല. ഞാൻ അവനെ തല്ലി എന്നെ പോലാക്കിയിട്ട് എന്ത് കാര്യം? അപ്പോൾ ആത്മാവിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ ഉള്ളിൽ ആ നത്തിങ്നെസ് ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ രാജ്യം അവകാശം. മനസ്സിലാവുന്നുണ്ട് ആ കാര്യം ഞാൻ പറയുന്നത്? അപ്പൊ ദൈവം രാജാവായി നിങ്ങളുടെ ഭവനത്തിൽ വരണമെങ്കിൽ നിങ്ങളുടെ രാജത്വം വിടേണ്ടി വരും. അങ്ങനെ ചുമ്മാ വിടാൻ പറ്റത്തില്ല. അത് വിടണമെങ്കിൽ നമ്മുടെ ഹൃദയം തകരണം. നമുക്ക് ആത്മാവിൽ ആ ദാരിദ്ര്യം അനുഭവിക്കണം. വി ഷുഡ് ഫീൽ ദാറ്റ് വി ഹാവ് നത്തിങ് ടു ക്ലെയിം, നത്തിങ് ടു ഗ്ലോറി. ഇത് രക്ഷയുടെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിളാണ്. പ്രശംസ എടുത്തു കളയുക എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ 1 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് അത് കണ്ടിരുന്നു. പ്രശംസ എടുത്തു കളയുക. ദാറ്റ്സ് ഗോഡ്സ് അജണ്ട, ദാറ്റ്സ് ഗോഡ്സ് പ്ലാൻ. നമുക്കൊന്നും പുകഴാനുണ്ടാകരുത്, ഒരു നന്മയും ഒരു നീതിയും. ചർച്ചിന് വേണ്ടി ഞാൻ അത്രയും ചെയ്തു, ഞാനാണ് ഇന്ന് രാവിലെ വന്ന്, ഇതൊന്നും യാതൊരു മെറിറ്റും ദൈവത്തിന് മുമ്പിലില്ല. അപ്പൊ സ്നേഹത്തിൽ ചെയ്യുന്നതാണ്, എല്ലാം സ്നേഹത്തിൽ ചെയ്യുന്നതാണ്. സ്നേഹം തികഞ്ഞിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ, അതിനകത്ത് നമുക്ക് കണക്കില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്തായെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ പഴയ നിയമത്തിലെ ഹാബേലിന്റെ കഥ മുതൽ പുതിയ നിയമത്തിലെ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന കഥ വരെ നിങ്ങൾ നോക്കിയാൽ, ഈ ബ്രോക്കൺ അല്ലാത്ത, ആത്മാവിൽ ദരിദ്രനല്ലാത്ത ഒരൊറ്റയാളെ പോലും ദൈവം ഉപയോഗിച്ചിട്ടില്ല. ഒരു മിടുക്കന്മാരെ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം പൊളിഞ്ഞു പോയവരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം പൊളിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. പത്രോസിന്റെയും പൗലോസിന്റെയും കഥ ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടൊരു കഥയാണ്. പത്രോസ് ഒന്നും അറിയാൻ വയ്യാത്ത സാമാന്യ യഹൂദ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു മുക്കുവനും, പൗലോസ് ഭയങ്കര ജ്ഞാനിയായ ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച ഭയങ്കര ജ്ഞാനിയായ ഒരു മനുഷ്യനുമായിരുന്നു. ഞാനായിരുന്നു യേശുക്രിസ്തുവിന്റെ സ്ഥാനത്തെങ്കിൽ പത്രോസിനെയാണ് കൊരിന്ത സഭയിലൊക്കെ വിടുള്ളൂ. കാരണം കൊരിന്ത സഭയിൽ ആർക്കും വലിയ വിവരമൊന്നുമില്ല, ബർബരന്മാരെന്നാ പറയുന്നത്. പൗലോസിനെ എങ്ങോട്ട് വിട്ടേനെ? സെന്നിധിരൻ സംഘത്തോടും അതുപോലെ വലിയ വലിയ യഹൂദന്മാരോടും സംസാരിക്കാൻ ആരെ വിട്ടേനെ? പൗലോസിനെ വിട്ടേനെ. കർത്താവ് എന്ത് പറഞ്ഞറിയാം? പൗലോസ്, നീ പോയി ഈ കൊരിന്ത സഭയിൽ പോയിട്ട് അവരോട് മണ്ടത്തരം പ്രസംഗിക്കുക, അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ എൻ്റെ ജ്ഞാനം, ഞാൻ ഇത്രയും പഠിച്ചത് അത് മരിച്ചു, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാൻ നിന്റെ വായിൽ എന്ത് തരുന്നോ അത് മാത്രം. പത്രോസിനെ നേരെ സെന്നിധിര സംഘത്തിലിട്ട്, വാ തുറക്കടാ, സംസാരിക്കുക. അവൻ ദരിദ്രൻ, അവനൊന്നും അറിയാൻ മേല. കർത്താവ് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ കർത്താവിന്റെ സംസാരം നമ്മൾ കേൾക്കണമെങ്കിൽ, ഇവൻ പുൾപിറ്റിലായാലും വീട്ടിലായാലും കർത്താവിന്റെ സംസാരം നമ്മൾ കേൾക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധി അബലമാകണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇതെന്നെ കർത്താവ് പഠിപ്പിച്ച് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ബാക്കിലിരിക്കുകയാണ്. അപ്പം എനിക്ക് ഫ്രണ്ടിലിരിക്കാൻ അത്ര ഇഷ്ടമില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയം വഴിക്ക് സാധാരണ ഫ്രണ്ടിലേക്ക് വരാറ്. അപ്പം ബാക്കിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ, 25 വയസ്സുള്ള ഒരു പയ്യൻ ഒരു പാട്ട് പാടി. ആ പാട്ട് ഇതായിരുന്നു, പോകല്ലേ കടന്ന് തന്നെ. നിങ്ങൾക്ക് ആ പാട്ട് അറിയാമോ? പാസ് മീ നോട്ട് ഓ ജെന്റിൽ സേവിയർ. അപ്പം ഈ പാട്ട് ഇങ്ങനെ, മറ്റുള്ളവരെ നീ ദർശിച്ചിടുമ്പോൾ, ഞാൻ പാടുന്നില്ല, പാടി കുളമാക്കിയാൽ ശരിയാകത്തില്ല. മറ്റുള്ളവരെ ദർശിച്ചിടുമ്പോൾ എന്നെ നീ ഓർക്കണേന്നാണ് ആ പാട്ട്, അല്ലേ? അറിയാമോ പാട്ട്? അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, മറ്റുള്ളവരെ നീ ദർശിക്കുമ്പോൾ എന്നെ നീ ഓർക്കണമെന്ന് എന്തിനാ പറയുന്നത്? കർത്താവ് എന്നെ അങ്ങനെ മറന്നു പോകും. അതെന്തോ അങ്ങനെ പാടുന്നത്? പോകല്ലേ കടന്ന് തന്നെ, ദൈവം എന്നെ എങ്ങനെ കടന്നങ്ങ് പോകും? അതെന്തോ അത്? ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്ന പയ്യൻ പറഞ്ഞു, ഇത് ഫാനി ജെ ക്രോസ്ബി എഴുതിയ പാട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് തെറ്റില്ല, എനിക്ക് മനസ്സിലാകാത്തതാണ്. കാരണം ഫാനി ജെ ക്രോസ്ബി എഴുതിയ പാട്ടുകൾ അങ്ങനെ തെറ്റ് വരത്തില്ല. അന്നത്തെ കാലം അങ്ങനെയാണ്. അതൊരു വലിയ തിയോളജി പഠിച്ചിട്ടല്ല അന്ന് പാട്ട് എഴുതുന്നത്. അന്ന് പാട്ട് എഴുതുന്നത് വിശ്വാസത്തിലും ഭക്തിയിലുമാണ്. അതുകൊണ്ട് എഴുതുമ്പോൾ കറക്റ്റ് ആയിരിക്കും. റെവലേഷനിൽ നിന്നാണ് പാട്ട് വരുന്നത്, ബുദ്ധി എന്നല്ല. അതുകൊണ്ടാണ് ഈ പഴയകാലത്ത് ബൈബിൾ കോളേജ് ഇല്ല. വല്ലപ്പോഴും ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി കിലോമീറ്ററിൽ ചൂട്ട് കത്തിച്ച് പോയിക്കൊണ്ടിരുന്ന നാളിൽ എഴുതിയ പാട്ടുകളിലൊന്നും തിയോളജിക്കൽ പ്രോബ്ലം ഇല്ല.
എന്നാലും ഇത് മുട്ടിന് ബൈബിൾ കോളേജും ഹാർവസ്റ്റ് TV, പവർ വിഷൻ, യൂട്യൂബ് മൊത്തം പ്രസംഗത്തോട് പ്രസംഗം, പാടുന്ന പാട്ട് മുഴുവൻ മണ്ടത്തരം, തിയോളജിക്കൽ മിസ്റ്റേക്സ്. എന്താ കാരണം? ഉണർവില്ല, ആത്മാവ് സംസാരിക്കുന്നത്. ഇവിടുത്തെ ഓരോ പാട്ടുകൾ കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും. എൻ്റെ പുരയ്ക്കകത്ത് വരാൻ നീ പോരാത്തവനാണെന്ന് പറഞ്ഞ് ഭയങ്കര ആരാധന. എൻ്റെ പുരയ്ക്കകത്ത് നീ വരല്ലേ, നീ ദൂരെ നിന്ന് അനുഗ്രഹം തന്നാൽ മതി എന്ന് പറഞ്ഞ് ഭയങ്കര ആരാധനയാണ്. ഹൃദയത്തിൽ കർത്താവ് വന്ന കാര്യം അവർ അറിഞ്ഞിട്ടേ ഇല്ല. ഒന്ന് ആലോചിക്ക്, അത് രക്ഷിക്കപ്പെടാത്ത ഒരു ശതാധിപൻ പറഞ്ഞ വിശ്വാസം, അതായത് അത് ഇന്നുള്ള പെന്തക്കോസുകാരെക്കാൾ നല്ല വിശ്വാസമോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ആ ശതാധിപൻ എന്താ പറഞ്ഞ്, എൻ്റെ കൊച്ചിനെ സൗഖ്യമാക്കാൻ നീ വന്ന് തലയെ കൈവയ്ക്കേണ്ട കാര്യമില്ല, നീ ഇവിടെ ഇരുന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. നമുക്കത് പോരാ, നമ്മൾ ആ സ്ഥലത്ത് ലൊക്കേഷനിൽ ചെന്നാലേ നടക്കുള്ളൂ. ദൈവം എവിടെ ഇരുന്ന് ഒരുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ദൈവമാണെന്നാണ് ആ ശതാധിപൻ വിശ്വസിച്ചത്. അതാ കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം അതിഭയങ്കര. കാരണം നമുക്ക് അവിടെ ലൊക്കേഷനിൽ കർത്താവിനെ എത്തിക്കണം നമ്മുടെ ചിന്ത. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിങ്ങനെ ഈ പാട്ടിങ്ങനെ കേട്ടോണ്ടിരുന്ന് അവസാനം ഫാനി ജെ ക്രോസ്ബിയുടെ ആണെന്ന് മനസ്സിലായപ്പം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരം അങ്ങ് നീങ്ങി. അപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും, കാരണം ഫാനി ജെ ക്രോസ്ബിയുടെ പാട്ടുകളിൽ അങ്ങനെ തിയോളജിക്കൽ മിസ്റ്റേക്ക് ഒന്നും വരത്തില്ല. കാരണം പ്രത്യാശയോടെ ജീവിച്ച് മരിച്ച ഒരു അന്ധയായ ഒരു പാട്ടുകാരിയാണ്. അപ്പം ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു, സ്റ്റേജിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, ഈ ജനത്തോട് സംസാരിക്കേണ്ടത് എന്താണെന്ന് നിനക്കറിയാം? നിനക്കറിയാം, ഞാൻ ഒരു പേപ്പർ തുണ്ടും ഇല്ലാതെ അവിടെ നിൽക്കുന്നത്, ഒരു പേന പോലും, ഒരു ഡയറി പോലും, ഒരു സ്ലിപ്പ് പോലും ഇല്ലാത്ത ഒരാൾ ഞാൻ. ഇതിനകത്ത് ഇംഗ്ലീഷും മലയാളം ബൈബിൾ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല. ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് ചോദിച്ചു, ഈ ജനത്തോട് സംസാരിക്കാനുള്ള എന്താ നിനക്കറിയാം? അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒന്ന് അറിയാം. കാരണം എന്താ, ആദ്യമായിട്ട് കാണുന്ന ജനമാണ്. ഞാൻ വീണ്ടും ജനനത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ആത്മാവിലൊരു ശൂന്യത എനിക്ക് അനുഭവപ്പെട്ടു. ആരും എന്നോട് മിണ്ടുന്നില്ല. ദർ ഇസ് നോ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം ഞാൻ ഒരു നിമിഷം സ്തബ്ധനായിട്ട് ഇങ്ങനെ നിന്നു. കാരണം നമുക്ക് ചില സമയത്ത് സ്റ്റേജിൽ നിന്ന് കഴിയുമ്പോൾ എവിടാന്ന് മറന്നു പോകത്തില്ലേ, കിളി പോകുന്ന അവസ്ഥ. അതുപോലെ ഞാൻ ആ സ്റ്റേജിൽ നിൽക്കുക. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഈ പാട്ട് വന്നു, പോകല്ലേ കടന്നെന്നെ, എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഒരു ബുദ്ധിയുമില്ല, നീ എന്നെ വിട്ടുപോയാൽ ഞാൻ അനാഥനായി ഈ സ്റ്റേജിൽ നിൽക്കേണ്ടി വരും. ഒരക്ഷരം പോലും പറയാനുള്ള പ്രാഗൽഭ്യമോ ധൈര്യമോ കപ്പാസിറ്റിയോ ജ്ഞാനമോ എനിക്കില്ല. നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തീർന്നു. എനിക്കത് ആ സ്റ്റേജിലെ മനസ്സിലായത്. കർത്താവ് എൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ അവിടെ അത് തീർന്നു. ആ മിനിസ്ട്രി ഈസ് ഓവർ. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കേൾക്കണമെങ്കിൽ, ആ ശുശ്രൂഷ അങ്ങനെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിയോട് ലിസൺ ചെയ്യുന്ന അവിടെ ഒന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാണ്. ദർ ഇസ് നത്തിങ് ടു ഗെയിൻ ഫ്രം വാട്ട് ലെസൺസ് ദാറ്റ് വി ഹാവ് ലേൺഡ് ഫ്രം ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ ആത്മീക ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ, സന്തോഷമായല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇത് കിട്ടില്ല എന്നുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം. എന്നാൽ ഇന്ന് ഞങ്ങൾ ആത്മാവിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രസംഗം കേട്ടു. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഞങ്ങൾ ആത്മാവിൽ ദരിദ്രന്മാരാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നുകൊണ്ടൊന്നും ആർക്കും ദരിദ്രന്മാരാകാൻ പറ്റില്ല. ഇത് കർത്താവിൻ്റെ ഒരു വെളിപ്പാട് നിങ്ങളുള്ളിലേക്ക്, വചനം വെളിപ്പാടായിട്ട് വരണം. വചനം നിങ്ങളുടെ പാപത്തെ കൺവിക്റ്റ് ചെയ്യണം. ഞാൻ അന്ന് ഈ അവസാനം വിഗ്രഹാരാധനയുടെ പാപവും കൂടെ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞതെന്ന് എനിക്കിന്ന് ഓർമ്മയുണ്ട്. അത് ഓർക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ചിലപ്പോൾ വിങ്ങാറുണ്ട്. കാരണം കർത്താവിനെ പറഞ്ഞു, എൻ്റെ കർത്താവെ, നീ വിചാരിച്ചാലും നന്നാകുന്ന ആളല്ല ഞാൻ. കാരണം നിനക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. നീ നീതിമാനായ ദൈവമായതുകൊണ്ട് എന്നെ ശിക്ഷിക്കുക എന്നുള്ളത് നിന്റെ ബാധ്യതയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് ഇന്ന് വരെ പെരുമാറുള്ളൂ. ഞാൻ ഒരാളോടും കരുണ കാണിച്ചിട്ടില്ല. നീ അങ്ങനെയുള്ള ഒരാളാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ രക്ഷിക്കാൻ ഒരു കാരണം ഞാൻ പാപിയാണ്. അതുകൊണ്ട് നീ എന്നെ നരകത്തിലേക്ക് വിട്ടിട്ട് വേറെ ആൾക്കാരെടുത്തോട്ട് പോക്കോ, എന്നെപ്പോലെ ഒരു പാപി ലോകത്തിൽ നിന്ന് പറഞ്ഞാൽ കരച്ചിൽ എനിക്ക് ഇപ്പോഴും എൻ്റെ ഇങ്ങനെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ അത് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവിടെയാണ് എനിക്ക് മനസ്സിലായത്, അബ്സല്യൂട്ട്ലി നോ ഗുഡ് വർക്ക്, ഒന്നുമില്ല. മനുഷ്യൻ്റെ നീതി എന്ന് പറയുന്നത് കറ പുരണ്ട തുണി പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തില്ലെന്ന് വിചാരിച്ചാലും, എന്ത് ചെയ്തെന്ന് വിചാരിച്ചാലും കാണാൻ പോകുന്ന ദൈവത്തിൻ്റെ വലിയ നീതിയെക്കുറിച്ചാണ്. ഓക്കെ, ആ നീതി നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ദരിദ്രരായിരിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് 100,000 വഴികളുണ്ട്, പക്ഷേ ആ വഴികളെല്ലാം അടഞ്ഞു. നമുക്കിനി കർത്താവ് എന്നൊരൊറ്റ വഴിയുള്ളെങ്കിലോ, അല്ലേ? അപ്പം നമ്മൾ ദരിദ്രന്മാരായി അല്ലേ? ഇനി ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഒരു വില്ലേജിൽ ഒരു പാസ്റ്ററാണെന്ന് വിചാരിച്ചോ. ഓക്കെ, പേടിക്കണ്ട, നിങ്ങളങ്ങനെ ഞാൻ പറഞ്ഞു നോർത്തോണ്ട് ഓടി പോകുന്നും വേണ്ട. ഞാൻ പ്രവാചകനൊന്നുമല്ല. അവിടെ പോയി പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ ആരോ എടുത്ത് കല്ലെറിഞ്ഞു നിങ്ങളുടെ ചർച്ചിനിട്ട്. പക്ഷെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത്,
അവിടുത്തെ SP നിങ്ങളുടെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ച ആളാണ്, ഉറ്റ സുഹൃത്താണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? നിങ്ങൾ സമ്പന്നനാണോ ദരിദ്രനാണോ ഇപ്പം? സമ്പന്നനാ. കാരണം എന്താ? നമുക്ക് പിൻബലമുണ്ട്, പിൻബലം. ഉടനെ SP ഡയൽ ചെയ്യും, നമ്മളെ ഗമ കാണിക്കാൻ വേണ്ടി. എടാ എന്നാ വിളി, അതൊക്കെ അതിൻ്റെ സ്റ്റൈല്. എടാ അതേ ആരൊക്കെ എൻ്റെ ചർച്ചിട്ട് കല്ലെറി, നീ ഒന്ന് കൈകാര്യം ചെയ്തേക്കണേ. ഇപ്പം SP അതിനെന്താ ഞാൻ നോക്കിയേക്കാം. ഓക്കെ, ഡോൺ വറി. നേരം വിളിക്കുമ്പോഴേക്കും കല്ലെറിഞ്ഞവന് തൂക്കി അകത്തിടുന്നു. എങ്ങനെയുണ്ട്? നമ്മൾ സമ്പന്നരാ അല്ലേ? അപ്പോൾ നമുക്ക് എന്താ മിസ്സായത്? ആ സമ്പത്ത് ഇല്ലായിരുന്നെന്ന് വിചാരിച്ചോ? ആ സമ്പത്ത് നമുക്കില്ലായിരുന്നു. അപ്പോൾ പരിചയമുള്ള ആരുമില്ല, സമൂഹം എതിരെ, പോലീസ് എതിരെ, ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കൂട്ടായ്മയിലുള്ള 2 സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരിടത്തും ആരും സഹായിക്കാനില്ല. അപ്പം നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? കർത്താവേ എന്നെ സഹായിക്കണമേ. ആ കല്ലെറിഞ്ഞവനെ ഇനി ആരുടെ നേരം കല്ലെറിയാൻ അവനെ നീ അനുവദിക്കരുതേ, അവനെ ഒടിച്ചു മടക്കി ഇവിടെ കൊണ്ടുവരണേ. ഇപ്പൊ കർത്താവ് പറയും, അങ്ങനെയല്ല മോനെ, അവന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. അവനോട് നിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകട്ടെ. അതാ കർത്താവുമായിട്ടുള്ള കോൺവെർസേഷൻ. ഈ കോൺവെർസേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ആ SP അവിടെ ഉണ്ടാകരുത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നില്ല. നമുക്ക് വേണ്ടി അവിടെ ഒരു SP ഒരുക്കിയ ദൈവം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടി ഒരു ഇടുക്കുവഴി ഒരുക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. ആ ഇടുക്കുവഴിയിൽ മാത്രമേ ക്രിസ്തു ഉള്ളൂ. ആ കല്ലെറിഞ്ഞവനെ പിടിച്ച് 4 പിടയ്ക്കുന്നിടത്ത് ക്രിസ്തു ഇല്ല. അത് മനുഷ്യന്റെ നീതിയാണ്. എത്ര പേർക്ക് മനസ്സിലായത്? അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്ന കർത്താവിന് എല്ലാ സമ്പത്തും ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയ കർത്താവ് എങ്ങനെ ദാരിദ്ര്യം പ്രാക്ടീസ് ചെയ്ത്? ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന യാത്രയിൽ കർത്താവ് ഒത്തിരി നടന്നു മടുത്തു. വിശക്കുന്നു, കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, ദാഹിക്കുന്നു. ഇത് കർത്താവ് വരുത്തി വെച്ചല്ലേ? കർത്താവിന് വേണേ ആകാശത്തും ദൂതന്മാർ കൊണ്ടേ കൊടുക്കില്ലേ? അല്ലെങ്കിൽ വിശപ്പ് പോട്ടെ എന്ന് പറഞ്ഞാൽ പോരെ? എനിക്ക് 2 ദിവസത്തേക്ക് ഇനി വിശക്കരുതെന്ന് കർത്താവ് തീരുമാനിച്ച വിശക്കൂ? ഇല്ല. പക്ഷെ കർത്താവ് അങ്ങനെ തീരുമാനിച്ചില്ല. നമ്മൾ അനുഭവിക്കുന്ന അതേ അനുഭവങ്ങളിലൂടെ നടക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. അതിനുവേണ്ടി നമ്മളെപ്പോലെ ദരിദ്രരായി മണ്ണിലൂടെ മടുത്ത് വേദനയെടുത്ത് വേർത്ത് നടന്നു. അതായിരുന്നോ കർത്താവിൻ്റെ യഥാർത്ഥ ധനം? അവൻ എന്തും കഴിയുമായിരുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ ധനം എന്ന് പറയുന്നത് നമ്മുടെ പുറമേ കാണുന്ന മനുഷ്യൻ്റെ ധനമല്ല, അകത്തെ മനുഷ്യൻ്റെ ധനമാണ്. പുറം മനുഷ്യനിൽ ആശ്രയിക്കുന്നവർക്ക് അകത്തെ മനുഷ്യൻ്റെ ധനം അനുഭവിക്കാൻ കഴിയില്ല. നിങ്ങളൊരു കാര്യം അറിയാമോ? ഇന്ന് പെന്തക്കോസ്ത് ഗോളത്തിൽ, അങ്ങനെ ഒരു ഗോളം ഉണ്ടെന്ന് ആരണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഗോളത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളുടെ 90% നമ്മുടെ പുറം മനുഷ്യനെ ബലപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. നമ്മളെ ആത്മീക ദരിദ്രന്മാരാക്കാനുള്ളതല്ല, നമ്മളോട് ചോദിക്കാൻ ആരടാന്നുള്ള ഒരു സ്റ്റൈലിൽ നമ്മളെ ശക്തരാക്കാൻ വേണ്ടിയാണ്. പണ്ടൊരു പാസ്റ്റർ പ്രസംഗിച്ചാണ്, പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നവൻ ഇന്നൊരു പെന്തക്കോസ്തുകാരനാണ്, കൈപൊക്കി സ്തോത്രം പറ. അയ്യോ, അങ്ങനെ അത് കൊതിയുള്ള എല്ലാ ആൾക്കാരും സ്തോത്രം പറഞ്ഞു. ഇൻകം ടാക്സ് അടയ്ക്കാൻ ആർക്കും കൊതിയൊന്നുമില്ല, അതിനതൊക്കെ വരുമാനം ഉണ്ടാകാനുള്ള കൊതിയുണ്ട്. ഇതും ഈ ന്യായപ്രമാണം മനുഷ്യരെ നന്നാക്കൂല്ല എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടൊരു തെളിവും കൂടെയാണിത്. കാരണം ഇൻകം ടാക്സ് ആരെങ്കിലും സ്നേഹത്തോടെ പോയി അടയ്ക്കാറുണ്ടോ? എന്തൊരു പാവം ഗവൺമെന്റ്, കുറച്ച് ടാക്സ് അടച്ചേക്കാന്ന് പറഞ്ഞ് ടാക്സ് അടയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഗതികേടുകൊണ്ട് അടയ്ക്കുന്നത്. അപ്പൊ ടാക്സ് അടച്ചുകൊണ്ടാവും നീതിമാനായോ? ഇല്ല. അവനെ കൊണ്ട് കുറച്ച് പൈസ ബലമാക്കി മേടിക്കുമായിരുന്നു, അല്ലെ അവൻ ഒന്നും തരികയില്ല. ഓക്കെ, അപ്പോൾ മനുഷ്യൻ ശരിക്കും നല്ലതല്ലെന്നും മനുഷ്യൻ ശരിക്കും ദൈവത്തിന്റെ ശത്രുവാണെന്നും അവനവന് മനസ്സിലാകുന്നതാണ് ഈ ദാരിദ്ര്യം. എത്ര പേർ ദരിദ്രരായി? ഇപ്പം ദരിദ്രരായെന്ന് എങ്ങനെ അറിയുന്നറിയോ? നിങ്ങൾ ഇനി നാളെ വേറൊരാളുടെ കുറ്റം പറയില്ല, പറയാൻ പറ്റത്തില്ല. ഉപദേശത്തിൽ തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, ജീവിതത്തിൽ തെറ്റുണ്ടെങ്കിൽ മൂപ്പന്മാർ കാണിച്ചു കൊടുക്കും. പക്ഷേ കുറ്റം വേറൊരാളോട് പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറ്റത്തിന്റെ വേറൊരു ഫ്രെയിം നമ്മുടെ ഉള്ളിലും കിടപ്പുണ്ട്, നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ബിയാറ്റിറ്റ്യൂഡ്സിൽ അടുത്തത് എന്താണ്? നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരാം. 5-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾ ഈ ബിയാറ്റിറ്റ്യൂഡ്സ്, ഭാഗ്യവർണ്ണനകൾക്കാണ് നമ്മൾ കൂടുതൽ സമയം എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇതിലധികം സമയം ഇരിക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് പോകും. എന്താണ് ദുഃഖം?
ദൈവഹിതപ്രകാരമുള്ളൊരു ദുഃഖമുണ്ട്. കാരണം ദൈവത്തിന് ഒത്തിരി ദുഃഖമുണ്ട്, അറിയാം നിങ്ങൾക്കത്. ദൈവത്തിന് നമ്മളെ ഓർത്തിട്ട് ഭയങ്കര ദുഃഖമുണ്ട്. ഈ പാപം ഇത്രയും ഈ ലോകത്തിൽ പെരുകിയതിൽ ദുഃഖമുണ്ട്. അതിന് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ദൈവത്തിന് ദുഃഖവുമുണ്ട്. ദൈവത്തോടൊപ്പം ദുഃഖിക്കുന്നതാണ് ശരിക്കുമുള്ള ആത്മീക ദുഃഖം എന്ന് പറയുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇത് ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പം അവിടുത്തെ ദുഃഖം എന്ന് പറയുന്നത് ശാരീരികമായ ദുഃഖമാണ്. മരണത്താലും രോഗത്താലും പട്ടിണിയാലും ദുഃഖിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത്, മത്തായി ഉദ്ദേശിക്കുന്നത് ദൈവികമായ ദുഃഖം. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആഴമായ ദുഃഖങ്ങളുണ്ട്. അത് മിക്കതും എന്നെ സംബന്ധിക്കുന്നത് തന്നെയാണ്. പക്ഷെ അതിന് മുകളിൽ ഒരു ആനന്ദമുണ്ട്. കാരണം കർത്താവ് എന്നോട് ക്ഷമിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കരുണ എൻ്റെ മേലുണ്ടെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ആ ദുഃഖം എന്നെ കൊന്നുകളയുന്നില്ല. ഇത് തിയോളജി പറയുന്നൊരു വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈമൾ ജസ്റ്റസ് എറ്റ് പെക്കദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ സമയത്ത് നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ നീതിമാൻ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴും പാപത്തിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുള്ളതാണ്. ആത്മാവ് ഉള്ളിലുള്ള എല്ലാവരുടെയും ഏറ്റവും വലിയ ദുഃഖം എൻ്റെ ശരീരത്തിൽ ഇപ്പോഴും പാപം വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഈ പാപം അസഹനീയമാണ്. എന്നാൽ ശരീരം ഈ പാപപ്രവണതകളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് ഇത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കം തുടങ്ങുകയാണ്. എന്താ ഞരക്കം എന്നറിയോ? എന്താ ഞരക്കം? ആത്മാവിന്റെ ഞരക്കം എന്താ? റോമാലേഖനം 8:21 പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ, നമ്മുടെ ശരീരം പാപമില്ലാത്തൊരു ശരീരം നമുക്ക് കിട്ടാൻ വേണ്ടി പുത്രത്വത്തിന് വേണ്ടി ഞരങ്ങുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പൊ ഉള്ളിലൊരു ഞരക്കമുണ്ട്. എന്താ കാരണം? ഈ ശരീരത്തിൽ ഇപ്പോഴും പാപം ഉണ്ട്, പാപം വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് ഈ പാപം അസഹനീയമായതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കം സ്റ്റാർട്ട് ചെയ്യാണ്. കർത്താവെ, നീ ഒന്ന് എത്രയും പെട്ടെന്ന് വന്നാൽ മതി. ഈ ഞരക്കം എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾക്ക് കർത്താവ് എത്രയും പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹമുണ്ടോ? എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? നമുക്ക് ഈ പാപത്തിൽ നിന്നുള്ള വിടുതൽ, ശരീരത്തിൻ്റെ വിടുതൽ, തേജസ്കരണം പ്രാപിക്കാൻ ഈ ആത്മാവ് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ നിർബന്ധിക്കുന്നത്? ഈ പാപം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. പാപമുള്ളൊരു ശരീരത്തിൽ ആത്മാവിന് വസിക്കുന്നത് ദുഃഖകരമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ സമയത്തും നമുക്ക് ആ സ്പിരിച്വൽ ഗ്രീഫ്, അതായത് അത് രണ്ട് സ്ഥലത്ത്, ഒന്ന് ഇന്നാഡിക്വസിയിൽ നിന്നാണ്, കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ദുഃഖം. അതേസമയത്ത് എൻ്റെ ശരീരത്തിൽ ഇപ്പോഴും പാപം വസിക്കുന്നു എന്നുള്ള ദുഃഖം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പാപം വസിക്കുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക അയാൾ എന്ത് പാപം ചെയ്യും? എല്ലാം പാപമാണ്. ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, 2 പാപങ്ങളിൽ എന്നെ ഇനി സാത്താന് വീഴ്ത്താൻ പറ്റത്തില്ല, ഞാൻ അതിനകത്ത് വിക്ടറി നേടിയിട്ടുണ്ട്. ഒന്ന് പൈസയുടെ കാര്യമായിരുന്നു, മറ്റൊന്ന് എന്താ ഞാൻ പറയുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഗമ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിൽക്കുന്നതെന്ന് തോന്നുന്നു വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. കാരണം ഇങ്ങനെ നമുക്ക് പലപ്പോഴും തോന്നും നമ്മളാരും ജയിച്ചു, ഇവിടെ ജയിച്ചു എന്നൊക്കെ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഞാനൊരു പാസ്റ്ററുടെ വീട്ടിൽ പോയി. ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പാസ്റ്റർ വീട്ടിൽ പോകുന്ന കണ്ടപ്പം സാധാരണഗതിയിൽ ഈ പാസ്റ്റർമാർ ഒത്തിരി റിച്ചായി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നു, എൻ്റെ ദൈവമേ, പാവങ്ങൾ എത്രയോ പേര് ജീവിക്കുന്നു, അവർക്കൊന്നും കൊടുക്കാത്തതുകൊണ്ടല്ലേ എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. പക്ഷെ അന്ന് എന്താണെന്നറിയില്ല, അന്ന് ഇയാളുടെ സമ്പത്ത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു മോഹം ഉണ്ടാവുകയാണ്. എനിക്ക് മനസ്സിലായത് മോഹം ഉണ്ടായി വരുന്നത്, എനിക്കും കുറച്ചൊക്കെ നേടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എൻ്റെ ഉള്ളിൽ. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് പറഞ്ഞു, കണ്ടോ, ഇതേ ഉള്ളൂ നിൻ്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ. അത് കണ്ടപ്പോഴേക്കും ഉള്ളിൽ ആ പാപം എവിടോ ഒക്കെ എപ്പോൾ വേണമെങ്കിലും ഒരു പ്രലോഭനം വരുമ്പം ആക്റ്റീവ് ആകാവുന്ന രീതിയിൽ ഇത് പല സ്ഥലത്തും ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ അവിടെ നിന്നുകൊണ്ട് നിലവിളിച്ചു, എൻ്റെ കർത്താവെ, എൻ്റെ അഹങ്കാര വാക്കുകളെ നീ ക്ഷമിക്കണമേ, നീ നിർത്തിയത് കൊണ്ട് മാത്രം നിൽക്കുന്നതാണ്, ഒരു കപ്പാസിറ്റിയിൽ നിൽക്കുന്നതല്ല. അതവിടെ ഞാൻ കർത്താവുണ്ട് ആ വീട്ടിലിരുന്നുകൊണ്ട് അവർ തന്ന ജ്യൂസോ വെള്ളം ഏതാണ്ട് കുടിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ, ഞാൻ നിൽക്കുന്നില്ല, ഒരിടത്തും നിൽക്കുന്നില്ല, നിൽക്കുന്നതെന്ന് തോന്നുന്നവൻ വീണിരിക്കും.
പക്ഷെ എനിക്ക് നിൽക്കുന്നു എന്ന് തോന്നുന്നില്ല, നീ നിർത്തിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതാണ് പാറമേലുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ദുഃഖം എന്ന് പറയുന്നത്, സ്പിരിച്വൽ ദുഃഖം എന്ന് പറയുന്നത് ശരിക്കും ദൈവം എവിടെയൊക്കെ ദുഃഖിക്കുമോ, ഇന്ന് ഈ ലോകം കണ്ടിട്ട്, എന്നെ കണ്ടിട്ട് ദൈവത്തിന് എവിടെയെല്ലാം ദുഃഖമുണ്ടോ ആ ദുഃഖമെല്ലാം എനിക്കും ഉണ്ടാകുന്നതാണ് സ്പിരിച്വൽ ഗ്രീഫ് എന്ന് പറയുന്നത്. വി ആർ പാർട്ടേക്കിംഗ് ഇൻ ഗോഡ്സ് ഇമോഷൻസ്. ദൈവത്തിന്റെ വികാരങ്ങളോട് ഞാൻ അതിലൊരു പങ്കാളിത്തം എടുക്കുകയാണ്. ലോർഡ്, ഐ ആം വിത്ത് യു ഇൻ ദിസ് സ്ട്രഗിൾ. ഈ പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ നിന്റെ കൂടെയാണ്. ഐ എം ഹെൽപ്ലെസ് ബട്ട് ഐ എം സ്റ്റിൽ ഫൈറ്റിംഗ്. കാരണം ഞാൻ ജയിക്കുമെന്ന് എനിക്ക് അറിയാം. നമുക്ക് മുമ്പോട്ട് പോകാം അല്ലേ? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കുക. ഈ സൗമ്യതയുള്ളവർ ആരാണ്? എന്താണ് ഈ സൗമ്യത എന്നുള്ള വാക്ക്? എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ ഈ സൗമ്യത എന്ന് വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ പ്രൈസ് ദി ലോർഡ് ബ്രദറെ, ഇതാണ് സൗമ്യത എന്ന് വിചാരിക്കുന്നത്. നമ്മളങ്ങനെ സൗമ്യരാകാൻ വേണ്ടി ഒത്തിരി അഭിനയമൊക്കെ കാണിക്കുന്നവരാണ്. നമ്മൾ ദേഷ്യപ്പെടുകയില്ല. ചില ആൾക്കാർ ദേഷ്യപ്പെടുത്തേയില്ല. ചില ആൾക്കാർ ജന്മനാ ദേഷ്യപ്പെടാത്തവരാ. എൻ്റെ ഒരു സഹോദരനുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും സഹോദരനുമാണ്. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനൊരു ദിവസം വീട്ടിൽ പോയി ചോദിച്ചു, പുള്ളി വീട്ടിൽ ദേഷ്യപ്പെടാറുണ്ടോന്ന്. അവർ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. ഒരിക്കലും ഇല്ല, ജീവിതത്തിൽ ഒരിക്കലും ദേഷ്യപ്പെട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമുക്കാണ് ദേഷ്യം എപ്പോഴൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല. ആ പുള്ളിക്ക് അങ്ങനെ ഒരു വികാരമേ ഇല്ല. ജന്മന അങ്ങനെയാണ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ അങ്ങനെയാണ് സൗമ്യത. അത് മനുഷ്യന് നല്ല മനുഷ്യർക്ക് ആ ക്യാരക്ടറുണ്ട്. അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആളാണ്. പക്ഷെ ആ പണ്ടേ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ പുള്ളി അങ്ങനെയാണ്, സൗമ്യത. പക്ഷെ യഥാർത്ഥത്തിൽ സൗമ്യത എന്ന് പറയുന്നത് അതല്ല. മോശ ഏറ്റവും വലിയ സൗമ്യനാണെന്ന് കർത്താവ് പറഞ്ഞല്ലേ? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ അത്? മോശ സൗമ്യനായിരുന്നോ? മനുഷ്യരുടെ ഇടയിലുള്ളതിൽ ഏറ്റവും വലിയ, ലോകത്തിൽ ഏറ്റവും വലിയ സൗമ്യനാണെന്ന് ദൈവം പറഞ്ഞ ആൾ ആരാണ്? മോശയാണ്. ഈ മോശ എങ്ങനെ സൗമ്യനായത്? ആദ്യം ഒരു മിസ്രൈമിനെ കൊന്നു അല്ലെ? ഈ കർത്താവ് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പം പാറയ്ക്കിട്ട് അടിച്ചു. എല്ലാം ഓവറാ ചെയ്യുന്നത്. കർത്താവ് എഴുതി തന്ന കൽപ്പലക ആ ജനത്തിനു മുമ്പിൽ വെച്ച് അടിച്ചു പൊട്ടിച്ചു. എന്തൊരു സൗമ്യനല്ലേ! ഈ സൗമ്യത എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നറിയാം? പട്ടിയുടെ സ്വഭാവം എന്നാണ്, നായുടെ സ്വഭാവം. ഈ ഇണങ്ങിയ നായുടെ സ്വഭാവം എന്നാണ് ഈ വാക്ക് സൗമ്യത എന്നുള്ള വാക്കിന്റെ ഗ്രീക്കിലുള്ള അർത്ഥം. ഇണങ്ങിയ നായുടെ സ്വഭാവം എന്താ? 2-3 തരത്തിലുള്ള നായ്ക്കളുണ്ട്. ചില പട്ടികൾ രാത്രി മുഴുവൻ കുരച്ചുകൊണ്ടിരിക്കും, ഇല അനങ്ങിയ കുരയ്ക്കും. അപ്പോൾ ആദ്യമൊക്കെ വീട്ടുടമസ്ഥരൊന്ന് ടോർച്ച് അടിച്ച് നോക്കും ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന്. പിന്നെ മനസ്സിലായി ഇവന്റെ പണി ഇതാണ്. പിന്നെ ഇവൻ കുറച്ചാൽ ആരും മൈൻഡ് ചെയ്യില്ല. അങ്ങനെ സഭയ്ക്കകത്ത് കുരയ്ക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്ത് കണ്ടാലും അവർക്ക് കുരച്ചേ പറ്റും. കസേര അങ്ങനെ ഇട്ടാ പ്രശ്നം, ഇങ്ങനെ ഇട്ടാ പ്രശ്നം, പാസ്റ്റർ അങ്ങനെ എഴുന്നേറ്റ് നിന്ന പ്രശ്നം, ഒരു നോട്ടീസ് അടിക്കുമ്പം പ്രശ്നം, വർത്താനം പറയുമ്പോൾ എല്ലാം പ്രശ്നം. അവർ കുരച്ചുകൊണ്ടേയിരിക്കുള്ളൂ. നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു അത്ഭുത നായാണത്. കുറെ കഴിയുമ്പോൾ ആരും അവരെ മൈൻഡ് ചെയ്യില്ല. വേറെ ചില ആൾക്കാർ എന്ത് കണ്ടാലും മിണ്ടുകയില്ല. ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്ന വീടിൻ്റെ ഹൗസ് ഓണർ അവർ ഗൾഫിലോട്ട് പോകുന്ന സമയത്ത് അവർ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പട്ടിയെ ഞങ്ങൾക്ക് തന്നു 2 ആഴ്ച നോക്കാൻ. ഈ പട്ടി എനിക്ക് ആദ്യമേ ഈ പട്ടി വന്ന് നമ്മൾ പരിചയമില്ലാത്ത പട്ടി എന്തെങ്കിലും ചെയ്യുന്നൊരു പേരുണ്ടായിരുന്നു. പക്ഷെ ഈ പട്ടിയെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ പട്ടിക്ക് നമ്മളെല്ലാവരെയും പേടിയാണ്. അതൊരു ലാഭമായിരുന്നു. എന്തൊരു സ്നേഹമാണോ അത്! ആരെ കണ്ടാലും സ്നേഹിക്കുക. ഒരണ്ണാൻ മരത്തിൽ കൂടെ പോയ ഇതിന് പേടിയാ, ഇത് ഓടി വീടിനകത്ത് കയറും. ഈ 2 പട്ടികളിൽ ആരാ സൗമ്യൻ? ആരെ കണ്ടാലും കുറച്ച് ചാടി വീഴുന്ന ആളാണോ സൗമ്യൻ? ഈ ആരെ കണ്ടാലും കുറയ്ക്കാതെ പാവമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നമ്മളെവിടെയും പോകുമ്പോൾ കരയും. അത് കെട്ടിപ്പിടിച്ച് കരയുന്ന, 1 ആഴ്ചത്തെ പരിചയം പോലും ഇല്ല. അത്ര സ്നേഹമുണ്ട് ഇവിടെ. അവന് മനുഷ്യർക്ക് പോലും ഇങ്ങനത്തെ സ്നേഹം. പക്ഷെ ഒരു അണ്ണാൻ ഓടി വന്നു കഴിഞ്ഞാൽ ഇത് ഓടി അകത്ത് കയറും. ഭയങ്കര വിറയ, എല്ലാത്തിനും പേടിയ. സാധാരണ പൂച്ചകളെയൊക്കെ പട്ടികൾ ഓടിക്കും, ഇത് പൂച്ചകളല്ലാണ്ട് ഈ പട്ടിനെ ഓടിക്കുക. വലിയ പട്ടിയ. അവർ എന്ത് കണ്ടാലും മിണ്ടാത്തവരാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, മോശ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പം, ഈ കൽപ്പലകയുമായിട്ട് ഇറങ്ങി വരുമ്പം ഇവിടെ ഭയങ്കര ഡാൻസും കാളക്കുട്ടിയും എല്ലാം കണ്ടിട്ട് മോശ
അവന്മാരെന്തെങ്കിലും ചെയ്യട്ടെ, എൻ്റെ കയ്യിൽ കൽപ്പലയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പുതിയ ചർച്ച തുടങ്ങിയാലത്തെ അവസ്ഥ എന്താ? മോശയ്ക്ക് ഒരിക്കലും ഒരു ലീഡർ ആവാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ സൗമ്യൻ എന്ന് പറയുന്ന ആൾ എപ്പോഴും നിശബ്ദനായിരിക്കുന്ന ആളോ എപ്പോഴും ബഹളം വയ്ക്കുന്ന ആളല്ല. അതിന് ഗ്രീക്കുകാർ പറയുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗ് എന്നാണ്. അതായത് എപ്പോൾ കുരയ്ക്കണോ അപ്പം മാത്രം കുരയ്ക്കുകയും അല്ലാത്ത എല്ലാ സമയത്തും നിശബ്ദമായിരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ആളെയാണ് സൗമ്യൻ എന്ന് പറയുന്നത്. മോശ അങ്ങനെയായിരുന്നു. അപ്പൊ എന്ത് അനീതി കണ്ടാലും പ്രതികരിക്കാത്തവർ അവരല്ല സൗമ്യൻ. അവർ നട്ടലില്ലാത്തവർ അവരെ വിളിക്കേണ്ടത്, സൗമ്യൻ എന്നല്ല വിളിക്കേണ്ടത്. ദൈവത്തിന്റെ ഗ്ലോറി കോംപ്രമൈസ് ആകുന്നിടത്ത് നമ്മുടെ ശബ്ദം ഉയരണം. അതാ മോശ ചെയ്തത്. നോട്ട് ഫോർ മീ, നോട്ട് ഫോർ യു, ബട്ട് വെൻ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഈസ് കോംപ്രമൈസ്ഡ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ജാതി അതേ ജാതി എന്ന് അന്വേഷിക്കുള്ളൂ, വേറൊരു ജാതി അന്വേഷിക്കില്ല. അവർ പറയുന്നത് ജാത്യാലുള്ളത് തൂത്താ പോകില്ലെന്ന്. ഞാൻ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജാത്യാലുള്ളതും തൂത്താ പോവും. പിന്നെ അവർ പറയുന്നത് അതെ വേറെ ജാതി എന്ന് കെട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പം അവരുടെ ബന്ധുക്കളെല്ലാം വരും, അവരൊക്കെ അവിശ്വാസികളായിരുന്നു, ഒരു കൂട്ടായ്മ പറ്റത്തില്ല. ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്നാണെന്നറിയോ? ഈ ക്രിസ്ത്യൻ കല്യാണം എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരുടെ ഒന്നിച്ചിരുന്ന് കപ്പയും മീനും തിന്നുന്നത്. അതല്ല കല്യാണം. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ അവൻ്റെ അപ്പനെ അമ്മയും വിട്ട്, ഒന്നുകൂടെ പറയട്ടെ, ഒരു പുരുഷൻ പറയട്ടെ, അവൻ്റെ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവൾ ഒരു ദേഹമായി തീരും. ഭാര്യ തൻ്റെ പിതൃഗ്രഹത്തെ മറന്ന് ഈ ഭർത്താവിൻ്റെ കൂടെ വന്ന് അവർ പുതിയ കുടുംബം തുടങ്ങും. അല്ലാതെ ഈ ഭർത്താവിൻ്റെ വീട് വലുതാക്കാൻ വേണ്ടി അല്ല ഭാര്യമാർ പോകുന്നത്. അത് നമ്മുടെ പാരമ്പര്യമാണ്. പുതിയ നിയമം അങ്ങനെയല്ല പറയുന്നത്. പുതിയ നിയമം പറയുന്നത് ഭർത്താവും ഭാര്യയും കൂടെ തുടങ്ങേണ്ടത് ഒരു പുതിയ കുടുംബമാണ്. അതിൽ സ്ത്രീയുടെ തല പുരുഷനും, പുരുഷന്റെ തല ക്രിസ്തുവും, സ്ത്രീയുടെ തല പുരുഷനും, പുരുഷന്റെ തല പുരുഷന്റെ അപ്പനും, പുരുഷന്റെ അപ്പന്റെ തല അവിടുത്തെ അമ്മയും അല്ല. സ്ത്രീയുടെ തല പുരുഷനും, പുരുഷന്റെ തല ക്രിസ്തുവും, ക്രിസ്തുവിന്റെ തല പിതാവുമാണ്. അതാണ് വിവാഹം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ സോഷ്യൽ ഈവിൽ. നമ്മൾ കല്യാണം കഴിയുമ്പോൾ 2 പെൺമക്കളുള്ളൊരു വീട്, വരെ 3-4 പെൺമക്കളെ, 4 പെൺമക്കളെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്തു. അവസാനം ഒരാൾ വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോകും. ഒരാളല്ല, 4 പേര് വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോകും. ഈ 4 പേരെ കെട്ടിക്കുമ്പോഴേക്കും ഈ പെൺമക്കളുടെ വീട്ടുകാരുടെ നടു ഒടിഞ്ഞു കാണും. ടോക്കോസ് നേരത്തെ പറഞ്ഞ പോലെ. ഈ പിള്ളേരും പോയി, കാശും പോയി. ഇനി വയസ്സനാം കാലത്ത് ഈ പിള്ളേരെ, കൊച്ചുമക്കളെ കാണണമെങ്കിൽ ഭർത്താവിൻ്റെ പെർമിഷൻ പോരാ, മരുമകൻ്റെ പെർമിഷൻ പോരാ, മരുമകൻ്റെ അപ്പൻ്റെ പെർമിഷൻ വേണം. അയാൾ ആരാ? ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ 10 ദിവസം നിന്നാൽ ഞാൻ നിന്റെ വീട്ടിലും വന്ന് 10 ദിവസം നിൽക്കും. എനിക്ക് നാണമൊന്നുമില്ല. കാരണം കല്യാണം കഴിഞ്ഞാൽ 2 സെറ്റ് പേരൻസ് ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പെൺമക്കളുടെ അപ്പനമ്മമാരെല്ലാം കൈ ഉയർത്തി വേണ്ട. അപ്പോൾ നമ്മൾ ഈ ജാതി തിരിക്കലും പണം വെച്ചുള്ള തിരിവും ഇതൊക്കെ സഭയ്ക്കകത്ത് കാണുമ്പോൾ അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരം എന്ന് പറഞ്ഞ പൗലോസ് പറഞ്ഞ വെളിപ്പാടിനെ നമ്മൾ ലംഘിച്ചിട്ട് ആ ശരീരത്തെ ജാതിയുടെ അടിസ്ഥാനത്തിലും പണത്തിന്റെ അടിസ്ഥാനത്തിലും വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലും കീറി മുറിച്ച് വെച്ചിട്ട് പറയാണ് ഞങ്ങൾ കർത്താവിന്റെ മക്കൾ. ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ രോഷം വളരണം. 2 വർത്താനം പറഞ്ഞേ പറ്റൂ. കാരണം ദിസ് ഈസ് റോങ്. അപ്പൊ സൗമ്യത എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നവരല്ല. സൗമ്യത എന്ന് പറഞ്ഞാൽ ഇണങ്ങിയ, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുന്ന സ്വഭാവമാണ്. പരിശുദ്ധാത്മാവ് പറയുന്നതും ആ ആത്മാവിന്റെ ട്രെയിനിങ് ലഭിച്ച ഇണങ്ങിയ ആള്. അയാൾ ചുമ്മാ ചൂടാവുന്നില്ല. ദൈവത്തിന്റെ ഗ്ലോറി കോംപ്രമൈസ് ചെയ്യപ്പെടുമ്പോഴാണ് ചൂടാകുന്നത്. അവനത് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹിം, ഇറ്റ്സ് അബൌട്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതിനാണ് നമ്മൾ സൗമ്യത എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഇനി 4-ാമത്തെ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ഇത് നമ്മൾ കുറേ സമയം എടുക്കും. നിങ്ങൾ വിഷമിക്കേണ്ട, ഗിരിപ്രഭാഷണം തീർത്തിട്ടേ ഞാൻ പോവുള്ളൂ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ,
അവർക്ക് തൃപ്തി വരും. ഈ ഒരു കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി പുറകെ വരുന്ന എല്ലാം ആ നീതിയുടെ ഭാഗമായതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അപ്പൊ ആർക്കാണ് തൃപ്തി വരുന്നത്? ആരാണോ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നത്. ആരായിരിക്കും നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നത്? നിങ്ങൾ പറ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ആർക്കായിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ വിശക്കുന്നത്? ഉച്ചയ്ക്ക് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും, അല്ലേ? നിങ്ങളിങ്ങനെ തലയാട്ടാറൊന്നുമില്ല. രാവിലെ തൊട്ട് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പൊ ശരിക്കും നീതിക്ക് വേണ്ടി വിശക്കുന്ന ആർക്കായിരിക്കും? ഈ നീതി ഒട്ടും ഇല്ലാന്ന് തോന്നുന്ന ദരിദ്രന്മാർക്കായിരിക്കില്ലേ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹം ഉണ്ടാകുന്നത്. ഞാൻ ഈ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹം എന്താന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ ശ്രമിക്കാം. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നീതി നമുക്ക് വെളിപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിനെ പോലെ ആകണമെന്ന്. ആ ആഗ്രഹം എവിടെ നിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് നമുക്ക് തരുന്നതാണ്. അപ്പോൾ നീതിമാൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എങ്കിൽ ഹി ഈസ് മൈ റൈച്ചസ്നെസ്. അപ്പൊ എൻ്റെ ആഗ്രഹം എന്താണ്? എനിക്ക് കർത്താവിനെ പോലെ ആകണമെന്നാണ്. നമുക്ക് ഒരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഫിലിപ്പിയ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഈ സ്പിരിച്വൽ പോവർട്ടിയും നീതിക്കായുള്ള വിശപ്പും ദാഹവും എല്ലാം അവിടെ നമുക്ക് കാണാം. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. അപ്പൊ പൗലോസ് സ്വയം പറയുന്നത് എന്താണ്? ന്യായപ്രമാണത്തിലെ നീതിയിൽ ഇനി ഞാൻ ചെയ്യാനൊന്നും ബാക്കിയില്ല. ഒരാൾക്കും എന്നെ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രിസെപ്റ്റ് പറഞ്ഞ് എന്നെ തകർക്കാനോ കുറ്റം വിധിക്കാനോ കഴിയില്ല. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഐ ആം ബ്ലെയിംലെസ് ആസ് പെർ ദ റൈച്ചസ്നെ കുറിച്ച് പറയുന്നത്. ഇനി 9-ാം വാക്യം വായിച്ചേ. ഈ പൗലോസിന് ഒരു മിനിറ്റ്, ഈ പൗലോസിന് വിശപ്പും ദാഹം ഉണ്ടോ? നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹം ഉണ്ടോ? ഉണ്ടോ? പൗലോസ് എന്താ പറയുന്നത്? ന്യായപ്രമാണത്താലുള്ള നീതി വെച്ച് നോക്കിയാൽ എന്നെ കുറ്റം പറയാൻ ആർക്കും സാധിക്കില്ല. ആ പൗലോസിന് ദാരിദ്ര്യം ഉണ്ടോ? വിശപ്പും ദാഹം ഉണ്ടോ? 9-ാം വാക്യം വായിച്ചേ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. അപ്പൊ എന്തിനു വേണ്ടിയാ ശ്രമിക്കുന്നേ? അടുത്ത വാക്യം. ന്യായപ്രമാണത്തിൽ നിന്ന് ഉള്ള എന്റെ സ്വന്തം നീതി അല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബ്ലെയിംലെസ് ആയി ഉണ്ടാക്കിയെടുത്ത നീതി എനിക്ക് വേണ്ട. അപ്പൊ ദാഹിക്കുന്നുണ്ട്, അല്ലെ? ശരിക്കും ദാഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ദാഹിക്കുന്നു നോക്കി. അടുത്ത വാക്യം. ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി ലഭിച്ച അവനിൽ ഇരിക്കേണ്ടതിനും. അടുത്ത വാക്യം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും. കണ്ടോ, ഇത് അനുഭവിച്ചറിയാൻ വേണ്ടിയുള്ള പരവേശമാണ് പൗലോസിന്. നിങ്ങളൊന്ന് ആലോചിക്കേ. ആ ന്യായപ്രമാണത്തിന്റെ നീതി എല്ലാം അനുസരിച്ച പൗലോസ് പറയുകയാണ്, ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എനിക്ക് വെളിപ്പെട്ടപ്പോൾ, ക്രിസ്തുവിന്റെ നീതി എനിക്ക് വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ 6-ാം വാക്യം കഴിഞ്ഞിട്ട് 9-ാം വാക്യമല്ലേ വായിച്ചത്? അതിനിടയിൽ 7-8 വാക്യങ്ങൾ കൂടി ഉണ്ട്. എന്താ സംഭവിച്ചത്? അവൻ അത്രയും നാളും ഉണ്ടാക്കി വെച്ച നീതിക്ക് എന്ത് സംഭവിച്ചു? 7-ാം വാക്യം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ. അപ്പൊ ഇത്രയും നാളും ഈ നീതി എനിക്ക് ലാഭമായിരുന്നു. ആൾക്കാർ പറയായിരുന്നു, ഓ പൗലോസിനെ പോലെ നീതിമാൻ ആരുള്ളൂ? യഥാർത്ഥ യഹൂദൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, യഥാർത്ഥ ഇസ്രായേലൻ, ഇബ്രു ഭാഷ പഠിച്ചവൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്നവൻ. അന്ന് ആൾക്കാർ പറഞ്ഞ കപ്പൽ മുതലാളിയുടെ മകനായിരുന്നു പൗലോസ് എന്ന്. എനിക്ക് ബൈബിളിന് വെളിയിലുള്ള റെവലേഷനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാൻ മേല. ചിലപ്പോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മാരുതിക്കാരൻ്റെ ഒക്കെ മുതലാളിയുടെ മകൻ എന്ന് പറയുന്ന പോലത്തെ ഇതൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഇവിടെ എല്ലാം പൗലോസ് പറഞ്ഞേക്കുന്നത് ന്യായപ്രമാണ സംബന്ധമായ കാര്യങ്ങളാണ്. 8-ാം നാളിൽ പരിശോധനയേറ്റവൻ, ഇതെല്ലാം ഒരു കാലത്ത് എനിക്ക് ഭയങ്കര ലാഭമായിരുന്നു. ആൾക്കാർ എന്നെ പുകഴ്ത്തി പറയുമായിരുന്നു, പൗലോസ് ഭയങ്കരനാണ്. പക്ഷെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അടുത്ത വാക്യം. അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ചവറെന്നെണ്ണുന്നു. കുറച്ച് താഴെ എഴുതിയിട്ടുണ്ട്, ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് ചവറെന്നെണ്ണുന്നു. ഒരു കാര്യം ഞാൻ പറയാം.
നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട്, ഗവൺമെൻറ് ജോലി വിട്ടിട്ടാണ് ബ്രദറെ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അത്രയും വലിയ പണി വിട്ടിട്ട് ഇത്രയും പൊട്ടപ്പണിക്ക് ഇറങ്ങിയാളെ ഞാൻ എന്നതിൻ്റെ അർത്ഥം. അങ്ങനെയല്ലേ അയാൾ ഉദ്ദേശിച്ചത്? പൗലോസ് എന്താ പറയുന്നത്? പൗലോസ് പറയുന്നത്, ഈ വലിയ വലിയ കാര്യങ്ങൾ ഞാൻ സമ്പാദിച്ചു വെച്ചിരുന്നതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചവറ് പോലെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂവും തോന്നുന്നില്ല. കാരണം അത്ര വലുതാണ് ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം. ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്താണെന്ന് ഞാൻ പറയാം. എന്താണ് ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം? അതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. നമുക്കത് വ്യക്തമായിട്ട് ചിന്തിക്കാം. എന്താണിത്? 3 വാക്കുകൾ അതിനുവേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു. ഒന്ന് വിവരം, ഇൻഫർമേഷൻ. മറ്റൊന്ന് നോളജ്, അറിവ്. 3 പരിജ്ഞാനം, വിസ്ഡം. ഇത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു എക്സാമ്പിൾ വഴി ചിന്തിക്കാം. ഇപ്പം നിങ്ങൾ ഈ സഭയിലൊരു വിശ്വാസി ഭയങ്കര സാമ്പത്തിക ക്രൈസിസിൽ പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം ചെന്ന് പാസ്റ്റർ പറയണം, പാസ്റ്ററെ 5 പൈസ കയ്യിലില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ പാസ്റ്റർ പറയും, പ്രാർത്ഥിക്ക്, ദൈവം തരും. അപ്പോൾ പുള്ളിക്കൊരു വിവരം കിട്ടി. എന്താ വിവരം? പ്രാർത്ഥിച്ചാൽ ദൈവം പൈസ തരും. അപ്പം വിവരം കിട്ടി. അതിന് വിവരമായേ ഉള്ളൂ. അപ്പോൾ പുള്ളിയുടെ ഉള്ളിൽ അതൊരു ഇൻഫർമേഷനാണ്. എന്താ ഇൻഫർമേഷൻ? പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ഒരു വകയില്ലാത്ത ഈ സമയത്ത് ദൈവം എന്തെങ്കിലും ഒരു വഴി തുറക്കുമല്ലോ, ഉറപ്പായിട്ട് ദൈവം തുറക്കും. അവൻ പോയിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് പൈസ കൊടുത്തു. അപ്പോൾ അത് അറിവായി മാറി. എന്തായി മാറി? ഇത്ര നേരം എന്തായിരുന്നു? വിവരമായിരുന്നു. ഇപ്പം എന്തായി മാറി? അതവൻ അറിവായി. ഇപ്പം വേറൊരാൾ അവനോടൊന്ന് പറയാണ് കാശൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഇവൻ എന്ത് പറയും? പ്രാർത്ഥിച്ചാൽ മതി, ദൈവം തരും. കാരണം ഇവൻ അറിയാം. അറിവ് മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ പറയാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കുക്ക് ചെയ്യുക ഭയങ്കര പാടല്ലേ ഈ ലൈഫ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്നറിയാം, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ അന്നേരം അല്ലെങ്കിൽ സംഗതി ശരിയാണല്ലോ, എനിക്കെങ്ങനെ അറിയാം? എനിക്കൊരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ, ഇത് അറിയാവുന്ന ആരാ ഈ ബുദ്ധിമുട്ടാന്ന്? അറിയാവുന്ന ഭാര്യയ്ക്ക് അറിയുള്ളൂ, അല്ല എനിക്കറിയോ? എനിക്ക് ഒരു വിവരം മാത്രമേ ഉള്ളൂ. അറിയുന്ന ആരാ ഈ ബുദ്ധിമുട്ടെല്ലാം? അതാണ് ഇൻഫർമേഷനും വിവരവും തമ്മിലുള്ള വ്യത്യാസം. വിവരം ഉണ്ടോ? ഇനി പരിജ്ഞാനം. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പരിപാടി. ഞാൻ ചെന്ന് പാസ്റ്റർ പറയാം, പാസ്റ്റർ 5 നയാ പൈസ ഇല്ല, എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. പാസ്റ്റർ പറയാണ്, കർത്താവ് ഇങ്ങനെ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഈ ഇടുക്ക് വഴി ദൈവം വെച്ചേക്കുന്നത്. യേശു ഇതിനെങ്ങനെ ഫേസ് ചെയ്യുമായിരുന്നു ആലോചിച്ച് നോക്ക്. ആ ഇടുക്ക് വഴിയിലൂടെയാണ് നമ്മളും പോകേണ്ടത്. കർത്താവ് ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന റെവലേഷനെയാണ് നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടെ വിശദമാക്കിയാൽ ഇത് തന്നെയാണ് നീതി. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8, 9, 10 അല്ല 8 മാത്രം വായിച്ചേ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആര് വന്നിട്ടാ? പരിശുദ്ധാത്മാവ് വന്നിട്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. പരിശുദ്ധാത്മാവ് ലോകത്തിലേക്കാണ് വരുന്നത്, നമ്മുടെ ഉള്ളിലേക്കാണ് വരുന്നത്? നമ്മുടെ ഉള്ളിലേക്ക്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നാൽ ലോകത്തിന് മനസ്സിലാവും എന്താണ് നീതി, എന്താണ് പാപം, എന്താണ് ന്യായവിധി എന്ന് നമ്മളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. സമാധാനമായല്ലോ? ഇനി ഏതു പാപം? അതാണ് അടുത്ത ചോദ്യം. ഉദാഹരണത്തിന് ഈ പാസ്റ്റർ ഇവിടെ ഒരു വാച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, കൊള്ളാം, നല്ല രസമുണ്ട്, ഇതെല്ലാം കഴിയുമ്പോൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയേക്കാം എന്ന് ചിന്തിക്കുവാന്ന് വിചാരിച്ചോ? അപ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, അത് തെറ്റാണ്, ചെയ്യരുത്. ഇത് എവിടെ നിന്ന് വരുന്നേ? ആത്മാവൊന്നുമല്ല, ഇത് നല്ല മനസാക്ഷിയുള്ള എല്ലാവർക്കും ആ ശബ്ദമുണ്ട്. മോഷ്ടിക്കുന്നത് പാപമാണ്. ശരിയല്ലേ? പക്ഷേ ഇത് മനസ്സിലാക്കി തരാൻ എനിക്ക് ആത്മാവൊന്നും ആവശ്യമില്ല. ഒന്നുകിൽ എനിക്ക് മനസാക്ഷി പറയും, മനസാക്ഷി പറഞ്ഞില്ലേ നാട്ടുകാർ പറയും, നാട്ടുകാർ പറഞ്ഞില്ലേ പോലീസുകാർ മനസ്സിലാക്കി തരും, മോഷണം പാപമാണ്. അപ്പൊ ഏത് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ ആത്മാവ് വരുന്നേ? 9-ാം വാക്യം, അടുത്ത വാക്യം, അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ച്. അപ്പൊ ഏതാ പാപം? ഏത് പാപത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാ ബോധ്യം വരുത്തുന്നത്? അൺബിലീഫ് എന്ന പാപത്തെക്കുറിച്ചാണ്.
അത് പോലീസുകാർക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയില്ല. നിങ്ങൾ പോകുന്ന വഴിക്ക് പോലീസ് അറിഞ്ഞിട്ട് ഇത്തിരി അവിശ്വാസം ഉണ്ട് കേട്ടോ എന്ന് ഒരു പോലീസുകാരനും പറയരുതെന്ന് മാത്രമല്ല, നമ്മുടെ മനസാക്ഷിക്കും ആ അവിശ്വാസം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ പോയിന്റ് ഇതല്ല, അടുത്ത പോയിന്റ് നീതിയെക്കുറിച്ച്. എന്താ നീതി? നിങ്ങളുടെ കയ്യിൽ 2 ആപ്പിളുണ്ട്, 2 പിള്ളേരുണ്ടെങ്കിൽ എന്താ നീതി? എന്താ? ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കുക. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ആത്മാവ് വരേണ്ട കാര്യമുണ്ടോ? ഒരപ്പന് 2 ഏക്കർ സ്ഥലവും 2 പിള്ളേരും ഉണ്ടെങ്കിൽ എങ്ങനെ വിഭജിക്കണം? പറ. ഓരോ ഏക്കർ വെച്ച് കൊടുക്കണം അല്ലേ? അങ്ങനെ കൊടുത്താൽ അപ്പനും അമ്മ ഔട്ടാവും. അതുകൊണ്ട് 3/4, 1.5, അര ഏക്കർ അപ്പനും അമ്മയ്ക്ക് വെച്ചേക്കണം, അല്ലെ അപ്പനെ അമ്മയ്ക്ക് പിന്നെ കാണാൻ പറ്റത്തില്ല. അപ്പൊ അതിനൊരു നീതിയുണ്ട്. ഈ നീതി പരിശുദ്ധാത്മ പറയുന്നതാണോ നമ്മുടെ മനസാക്ഷിയും ബുദ്ധിയും പറയുന്നതാണോ? മനസാക്ഷിയും ബുദ്ധിയും പറയുന്നത്. അപ്പൊ നമുക്ക് ഈ നീതിയൊക്കെ മനസ്സിലാക്കാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചൊരു കൊച്ചു മതി. പപ്പ 2/2 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയാൻ ആ കൊച്ചു മതി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഏത് നീതിയെക്കുറിച്ചാണ് ബോധ്യം വരുത്തുന്നത്? 10ാം വാക്യം. എന്ത് രസകരമായിട്ട് ബൈബിൾ എഴുതിയിരിക്കുന്നത്. 10ാം വാക്യം വായിച്ചേ. ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. അപ്പൊ നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഒന്ന് പഠിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? യേശുക്രിസ്തു നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട്. യേശുക്രിസ്തു പിതാവിന്റെ അടുക്കിലേക്ക് പോയതുകൊണ്ട് ഈ 21ാം നൂറ്റാണ്ടിൽ യേശു കർത്താവ് ഷാർജയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംസാരിക്കുമായിരുന്നു? ഈ പുൾപിറ്റിന്റെ പുറകിൽ ഇപ്പൊ കർത്താവാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് സംസാരിക്കുമായിരുന്നു? നിങ്ങളോട് സംസാരിക്കുന്ന യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇവിടുന്ന് റോഡിലോട്ട് ഇറങ്ങുമ്പം കാശ് കാണിച്ചാൽ കർത്താവ് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഇതാണ് പരിജ്ഞാനം, ഇതാണ് നീതി. ഈ നീതിയാണ് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. ഈ നീതിക്ക് വേണ്ടിയാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ, ദൈവരാജ്യത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദാഹം ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോണ്ടല്ലോ, ലോകത്തിലുള്ള എല്ലാ ജ്ഞാനവും നമുക്ക് വേസ്റ്റാണ്. Nothing can compare to the worth of the wisdom of Christ. ഇത് വളരെ വിലയേറിയ ഒരു യാത്രയാണ് ഈ ഗിരിപ്രഭാഷണത്തിലൂടെയുള്ള യാത്ര. നമ്മളെ നഷ്ടപ്പെടുത്തുകയും ക്രിസ്തുവിനെ നേടുകയും ചെയ്യുന്ന ഒരു യാത്രയാണ്. We will lose the life that we are very carefully guarding, and we will gain that only one life which is worth living. ആ ലൈഫാണ് നമ്മളെ ദൈവരാജ്യത്തിന്റെ നീതിയിലേക്ക് കൊണ്ടുവന്നത്, ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത, എനിക്ക് ഒരു 3-4-5 മിനിറ്റ് കൂടെ ഉള്ളൂ, അല്ല ഒരു 5-6-7-8-10 മിനിറ്റ് കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ സമയത്തിനുള്ളിൽ അത് പറഞ്ഞു തീർക്കാം. അപ്പം നീതിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം കേൾക്കുന്നതായിരിക്കും. കാരണം നീതിയെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഗിരിപ്രഭാഷണം 5-ാം അധ്യായം നമുക്ക് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ജീവൻ എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത്? ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്ട്രിൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇൻ ഹിം വാസ് ലൈഫ്. ഇത് ഒരു അത്ഭുതമാണ് ശരിക്കും. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറി ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഞെട്ടിയോ നിങ്ങളാരെങ്കിലും? ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിൽ വരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു, അയാൾക്ക് ജീവൻ ഇല്ലായിരുന്നു. ഇപ്പം ഞെട്ടിയോ? ഇപ്പം ഞെട്ടി. എന്നിട്ട് എയർ ഹോസ്റ്റേഴ്സിനോട് പറഞ്ഞോ, പൈലറ്റിനോട് പറഞ്ഞോ, പൈലറ്റ് തിരിച്ച് ലാൻഡ് ചെയ്തോ, ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്ന അപ്പോഴാണ് അല്ലേ. ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യോ? ആരും മൈൻഡ് ചെയ്തു. യോഹന്നാൻ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് കഴിഞ്ഞ് 65 വർഷമെങ്കിലും കഴിഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് കത്തെഴുതിയിട്ട് പറയാണ്, 65 വർഷം മുമ്പ് ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ അങ്ങോട്ട് കൊണ്ട് നോക്കിയിട്ട്, ഇതെന്താണ് ഈ പറയുന്നത്? നമുക്കൊന്നും ജീവനില്ലേ? അപ്പൊ യോഹന്നാൻ പറയാണ്, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്, അത് ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിൽ അതിനെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. അപ്പൊ ശരിക്കുള്ള ജീവൻ എവിടെ പ്രകാശിക്കും? ലൈറ്റ് പോലെയാണ്. ഇപ്പൊ ലൈറ്റ് എവിടെ കൂടുതൽ പ്രകാശിക്കുന്നത്? ഇപ്പൊ നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോണിന്റെ ലൈറ്റ് ഓണായി നമുക്ക് കാണാൻ പറ്റത്തില്ല, എന്നാൽ ഈ റൂം മുഴുവൻ ഇരുട്ടാണെങ്കിലോ ആ ലൈറ്റ് നമുക്ക് പെട്ടെന്ന് കാണാം. ശരിയല്ലേ? അപ്പൊ ഇരുട്ടത്താണ് ഇത് കൂടുതൽ ജ്വലിക്കുന്നത്. നിങ്ങൾ രാത്രിയിൽ വണ്ടി ഓടിച്ച് പോകുമ്പം ഇന്ത്യയിൽ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ് കണ്ടിട്ടില്ല? റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ് റോഡിന്റെ 2 സൈഡിലും നടുക്കൂടെ അല്ലേ? ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഇത്ര എനർജി എവിടെ നിന്നാണ് വരുന്നതെന്ന്. പിന്നെ ഇത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്,
ഇത് നമ്മൾ കൊടുത്ത ലൈറ്റ് തന്നെയാണ്. അതിന് സ്വന്തമായി ജീവനില്ല, സ്വന്തമായി പ്രകാശമില്ല. അപ്പോൾ ഇരുട്ടത്ത് പ്രകാശിക്കാൻ കഴിയില്ല. വെളിച്ചം ഉണ്ടെങ്കിൽ പ്രകാശിക്കും. നമ്മളും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും എന്നെ നോക്കി ചിരിച്ചാൽ ഞാൻ തിരിച്ചു ചിരിക്കും. ഇത്തിരി വെളിച്ചം എനിക്ക് തരണം, അപ്പം ഞാൻ തിരിച്ചു കൊടുക്കും. അവൻ എന്നെക്കുറിച്ച് കുശുമ്പ് പറഞ്ഞാൽ തിരിഞ്ഞു നടന്നാൽ ഞാനും മോശക്കാരനൊന്നുമല്ല, ഞാനും തിരിഞ്ഞു നടക്കും. അപ്പോൾ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഓഫ് ആവും. അപ്പോൾ എനിക്ക് ലൈറ്റ് ഉണ്ടോ? ലൈറ്റില്ല. നമ്മൾ ആരെങ്കിലും നമ്മളെ ചിരിച്ച് കാണിച്ചാൽ തിരിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുള്ളൂ. ഒരു ദുഷ്ടനെ നോക്കി, എന്നെ തല്ലുന്ന ഒരാളെ നോക്കി സ്നേഹത്തോടെ ചിരിക്കാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ല. കാരണം ഇരുട്ടാവുമ്പം എൻ്റെ ലൈറ്റ് ഓഫ് ആവും. എന്നാൽ ക്രിസ്തു അങ്ങനല്ലായിരുന്നു. കാൽവരി ക്രൂശിലെ കൂരിരുട്ടിലാണ് യേശുവിൻ്റെ നീതി ഏറ്റവും ഭയങ്കരമായിട്ട് പ്രകാശിച്ചത്. അതുകൊണ്ടാണ് 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കർത്താവ് രണ്ടാമത് വരുമെന്ന് അറിയില്ലായിരുന്നിട്ടും 3 മണിക്കൂർ ക്രൂശിൽ കിടന്ന ആ കള്ളം പറഞ്ഞത് നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരും. കാരണം അവൻ കണ്ടത് ഈ നീതി തിളങ്ങുന്നതാണ് ആ ഇരുട്ടത്ത്. കർത്താവ് ഒരു ദിവസം ജെറുസലേമിലേക്ക് പോയപ്പോൾ അവന് വിശന്നപ്പോൾ വഴിയരികിൽ ഒരു അത്തിമരത്തോട് പഴം ചോദിച്ച കാര്യം അറിയാലോ. അപ്പം എനിക്ക് ആദ്യം ചെറുപ്പത്തിലേക്ക് ഇത് വായിക്കുമ്പോൾ എനിക്ക് കർത്താവിനോട് വിഷമം തോന്നുമായിരുന്നു. എൻ്റെ കർത്താവ് പാവ അത്തിമരം സീസൺ അല്ലാത്ത സമയത്ത് പോയി പഴം ചോദിച്ചിട്ട് അതിനെ ശപിച്ചിട്ട് പോന്നു. പിന്നെ ആലോചിച്ചപ്പോൾ കർത്താവ് എപ്പോഴും അങ്ങനെയാണ്, സീസൺ അല്ലാത്തപ്പോഴേ ഫലം ചോദിക്കുള്ളൂ. എന്നോട് ഇപ്പോൾ വന്നിട്ട് ചേസ് എന്തിനാണ് നിന്റെ ഫലം ചോദിക്കത്തേ ഇല്ല. കാരണം ഇപ്പോൾ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കുറേ കഴിഞ്ഞ് എൻ്റെ അടുത്ത് എൻ്റെ ശത്രു വരുമ്പം, എൻ്റെ മുഖം വാടുമ്പം കർത്താവ് ചോദിക്കും എന്തിനാണ് നിന്റെ ഫലം. അപ്പം ഞാൻ പറയും ഇപ്പം സീസണല്ല, അവൻ പോകട്ടെ, ഞാൻ കാണിച്ചു തരാം എൻ്റെ ഫലം. കർത്താവ് പറയും ഇങ്ങനെയുള്ള ഫലം പരിപാടി എനിക്ക് വേണ്ട, എല്ലാ കാലത്തും ഫലം കൊടുക്കുന്നതാണ്. ആത്മാവ് അങ്ങനെയാണ്, ക്രിസ്തു അങ്ങനെയായിരുന്നു. എപ്പോഴും ആ ഫലം ഉണ്ടായിരുന്നു. ഈ ജീവനാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഭയങ്കര പാടുപെടും അല്ലേ, ശരിയല്ലേ? അപ്പൊ ദൈവം തരുന്ന ധനം, ദൈവം തരുന്ന ജീവന്റെ ഡെപ്ത് എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ലൈഫ് ഒന്നുമല്ല. നമുക്ക് ആ വലിയ ജീവന്റെ സമൃദ്ധിയിൽ നടക്കാൻ, അവനെ വിശ്വസിക്കുന്നവർക്ക് ജീവന്റെ സമൃദ്ധിയുണ്ട്. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുവാനും അതിനെ സമൃദ്ധിയായി നൽകുവാനുമാണ് കർത്താവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാൾ തിരിച്ച് തല്ലിയാലും അങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്നേഹം, ഒരു സമൃദ്ധി, പ്ലെന്റിനെസ് അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുള്ളതാണ്. അതാണ് ക്രിസ്തുവിൻ്റെ ജീവന്റെ പ്രത്യേകത. ഇതിനു വേണ്ടി ദാഹം തോന്നുന്നുണ്ടോ? അതോ എൻ്റെ ശത്രുക്കൾ താളടിയാകുന്നത് നോക്കിയിരിക്കണം? ഈ പഴയ നിയമത്തിലെ സങ്കീർത്തനൊന്നും വ്യാഖ്യാനിക്കാതെ വായിച്ച് ശത്രുക്കളെ ഇസ്രായേൽ ബോംബിടുമ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ രണ്ടെണ്ണം പൊട്ടട്ടെ എന്ന് ചിന്തിക്കരുത്. ദാറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. കരുണ എന്ന് പറഞ്ഞ നമ്മൾ അങ്ങോട്ട് വരും. ഇനി ഈ ജീവൻ നമ്മൾ എങ്ങനെ പ്രാപിക്കും? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നാൽ നിനക്ക് ജീവനുണ്ട്. അപ്പം ജീവൻ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക്, ഈ യഹൂദന്മാർക്കെല്ലാം ഭയങ്കര ദേഷ്യം വന്നു കർത്താവിന്. കാരണം ഇറച്ചി തിന്നാനും രക്തം കുടിക്കാനും അതൊക്കെ മനുഷ്യൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇടർച്ചയാവും. അവർ ഒത്തിരി പേര് ഇട്ടിട്ട് പോയി. പക്ഷെ ഇട്ടിട്ട് പോകുന്നതിന് മുമ്പ് കർത്താവ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ആത്മാവ് ജീവിപ്പിക്കുന്നു, 63-ാം വാക്യമാണ്. ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു, അത് മാംസവും രക്തവും അല്ല, ആത്മാവും ജീവനുമാകുന്ന കർത്താവ് പറഞ്ഞ ശേഷമാണ് അവർ പോയത്. അപ്പം ഞാൻ കർത്താവ് ചോദിച്ചു, എന്താ കർത്താവ് ഇട്ടിട്ട് പോകാനുള്ള കാരണം? ആത്മാവും ജീവൻ എന്ന് പറഞ്ഞൊക്കെ നല്ല കാര്യങ്ങളില്ല, അവർക്ക് എന്താ അത്ര ദേഷ്യം വന്നത് കേട്ടപ്പം? അപ്പം കർത്താവ് പറഞ്ഞു, മാംസം കൊണ്ട് ഒരു ഉപയോഗവുമില്ല അല്ലേ? വചനം അങ്ങനെയല്ലേ പറയുന്നത്? അപ്പം നമ്മൾ പ്രവൃത്തി എന്ത് ചെയ്താലും നമ്മുടെ മാംസം കൊണ്ട് ചെയ്യുന്ന ഒന്നിനും ഒരു പ്രയോജനമില്ല. നീ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നീതി മുഴുവൻ ചെയ്തു, പൗലോസ് പറഞ്ഞ പോലെ ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിന്ദ്യനായി, എന്നിട്ടും ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. അപ്പൊ യഹൂദന്മാർക്ക് അത് ദേഷ്യം അത് കേൾക്കുന്നത്. അടുത്ത വാക്യം എന്താ അറിയാം? ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നീ എന്ത് ചെയ്താലും നീ മരിക്കും. ഇതൊരു സ്റ്റേജിൽ വെച്ചാൽ കേട്ടോ കർത്താവ് എന്നോട് സംസാരിക്കുക. അതിനുശേഷം ഞാൻ ഈ കുറിപ്പടി എഴുതുന്ന പരിപാടി നിർത്തിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ മരിക്കുമോ? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ മരിക്കില്ല, കാരണം നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നിന്റെ ഉള്ളിലേക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ആത്മാവ് എന്തിനാ വരുന്നറിയാം? എൻ്റെ സ്ഥാനത്ത് കർത്താവ് മരിച്ചു, അപ്പൊ എനിക്കിനി ജീവിക്കാനൊരു സ്ഥാനമില്ല. അവൻ്റെ ആത്മാവിന് എനിക്ക് തന്നത് അവൻ്റെ സ്ഥാനത്ത് ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ്. എത്രപേർക്ക് മനസ്സിലായത്? അപ്പോൾ ഒരു നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഓരോരുത്തരും എപ്പോഴും അന്വേഷിക്കുന്നത് യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു.
വാട്ട് വുഡ് ജീസസ് ഡു? ഇത് അതുപോലെ പെർഫെക്റ്റ് ആവാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ദാഹവും വിശപ്പും യേശുവിനെ പോലെ ആകാനുള്ള ആ നീതിക്ക് വേണ്ടിയുള്ള, ദൈവരാജ്യത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുവാൻ ഈ ദാരിദ്ര്യത്തിന് കഴിയും. അപ്പൊ കർത്താവിന്റെ വെളിപ്പാടിലൂടെ നമ്മൾ എന്താ നേടുന്നത്? ക്രിസ്തുവിനെ നേടുവാനുള്ള ദാഹമാണ്. അതാ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള നീതിയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ എല്ലാം വിട്ട് ചവറന്നെണ്ണി ഓടുന്നു. അത് ഞാൻ പണ്ട് വിട്ട് കളഞ്ഞത് എനിക്ക് ഇപ്പൊ ഓർക്കുമ്പോൾ ഒന്നും കൂടെ സന്തോഷം. കുറച്ചും കൂടെ നേരത്തെ വിട്ട് കളയാൻ പറ്റിയില്ലല്ലോ. അത്രയേ ഉള്ളൂ. കാരണം എനിക്ക് കർത്താവിന്റെ പരിജ്ഞാനത്തിലേക്ക് പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഇതാണ് ആത്മാവ് നടത്തുന്ന ജീവൻ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവം സഹായിക്കട്ടെ. നമുക്ക് ബാക്കി തുടരാം.